രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ സംക്ഷിപ്തമായി ഇവിടെ നമ്മൾ അഞ്ജന എസ്, ജാസ്മിൻ ജെവിൻ, ജോസ്ഫിൻ ജോസഫ്, ലിനീഷ് ബാബു, ബ്ലസിയൽ ദോറിൻസി മാനുൽ, ധന്യ, ജിജു, ലെവിൻ, ഇർഷാദ്, വിപിന്, നൌഷാദ്, ഷിബിൻ, ലില്ലി ചോളിൽ, ടെസി സവാസ്റ്റൻ, കുഞ്ഞിക്കണ്ണൻ, പ്രവീൺ ഒക്കെ എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ കർഷകർ സമരവുമായി മുന്നോട്ടേക്കാണ്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് നടക്കുന്നതിന് തൊട്ട് മുൻപായി കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു കേന്ദ്ര സർക്കാർ. താങ്ങുവില ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളിലും ചർച്ച നടത്താം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ശംഭു അതിർത്തിയിൽ വൻ സംഘർഷം നടക്കുകയാണ്. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ഡൽഹി ഗുരുഗ്രാം അതിർത്തിയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധിച്ചു. Precaution is only this: we are with naked hand. We have nothing weapon, and this is our right to protest. First of all, we are demanding the MSP which was granted by Prime Minister to us. Please make me Prime Minister. I will give you a MSP and you will all are Qarz Mukt. You will have to debt, free debt. Our only request to Prime Minister is this: please give us a way to Delhi to protest and give us a place where we sit peacefully and raise our voice for our demands. You will see, you are here when we will go to Delhi, you will see without JCB only men will go there with naked hands. ശിങ്കു അതിർത്തിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ആർ അച്യുതൻ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക് ചേരുന്നു. ബൽറാം, ഏത് രീതിയിലാണ് അവിടെ സംഘർഷം നടക്കുന്നത്? ഡൽഹിയിലേക്ക് കടക്കുക എന്ന ഉറച്ച ഇച്ഛാശക്തിയിൽ തന്നെയാണോ കർഷക സംഘടനകൾ? ഹഷ്മി, ഞാനിപ്പോഴുള്ളത് ഹരിയാന ഡൽഹി അതിർത്തിയായ സിംഗുവിലാണ്. ഇവിടെ കർഷകരുടെ ഈ ഡൽഹി ചലോ മാർച്ച് ഇന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കടുത്ത ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഡൽഹിയിലെ എല്ലാ അതിർത്തി പ്രദേശത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ശംഭു അതിർത്തിയിൽ ഇന്ന് മാർച്ച് മുന്നോട്ട് നീങ്ങുന്നതിന് മുമ്പായി തന്നെ വലിയ സംഘർഷത്തിന് സാക്ഷ്യം വഹിച്ചു. കർഷകർക്ക് നേരെ 4 തവണയോളമാണ് കണ്ണീർവാതക ഗ്രനേഡുകൾ, ഡ്രോണുകൾ ഉപയോഗിച്ച് പോലീസ് പ്രയോഗിച്ചത്. ഇതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. കർഷകർ ഇതിനെ നേരിടാൻ കല്ലേറ് അടക്കമുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. സംഘർഷ സാഹചര്യം ഇപ്പോഴും ശംഭു അതിർത്തിയിൽ തുടരുകയാണ്. ശംഭു പിന്നിട്ട് കിലോമീറ്ററുകൾ പിന്നിട്ട ശേഷം മാത്രമായിരിക്കും ഡൽഹി അതിർത്തികളിലേക്ക് കർഷകർ എത്താനാകുക. ഇത് എന്നാൽ അത്തരത്തിലുള്ളൊരു നീക്കം പോലും മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങളാണ് സിംഗു അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ കോൺക്രീറ്റ് പാളികൾ ഇടയിൽ കോൺക്രീറ്റ് നിറച്ചുകൊണ്ട് ഒരുക്കിയിരിക്കുന്നു. ഇത് ഒന്നാം നിര മാത്രമാണ്. ഏറ്റവും മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ പിൻനിരയിലേക്ക് ഏതാണ്ട് 100 മീറ്ററുകളോളം കർഷകർക്ക് തുടർച്ചയായ പ്രതിബന്ധങ്ങളെ നേരിട്ട് മാത്രമേ ഇത്തവണ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതായത് കർഷകരെ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ഡൽഹി പോലീസിന്റെ പ്രഖ്യാപനം, അത് നടപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ ക്രമീകരണങ്ങൾക്ക് അപ്പുറമാണ് പ്രത്യേക സേനയെ, പോലീസിനെയും കൂടാതെ അർദ്ധസൈനികരെയും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അടക്കമുള്ളവരെ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനെ മറികടക്കാനുള്ള സന്നാഹങ്ങൾ കർഷകരുടെ പക്കലും ഉണ്ട്. JCBകൾ, പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ഈ ട്രാക്ടറുകൾ അടക്കമുള്ളവയാണ് കർഷകർ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ JCB, ഈ ബുൾഡോസറുകൾ എന്നിവയ്ക്ക് കർശനമായ നിർദ്ദേശം, മുന്നറിയിപ്പ് ഹരിയാന പോലീസ് നൽകിയിട്ടുണ്ട്. ഇത് എത്രയും വേഗം സമരക്കാരുടെ ഒപ്പം നിന്നും പിന്മാറണമെന്നും അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നുമുള്ള മുന്നറിയിപ്പാണ് പോലീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ നിലവിൽ ഇപ്പോൾ പഞ്ചാബ് ഹരിയാന അതിർത്തി മേഖലകളിൽ 2 അതിർത്തികളിലായി 14,000-ഓളം ആളുകൾ, പ്രതിഷേധക്കാർ തങ്ങുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട്. 1200 ട്രാക്ടർ ട്രോളികളും 300 കാറുകളും ഏതാണ്ട് 10 മിനി ബസ്സുകളും അടക്കമുള്ള സന്നാഹങ്ങൾ ഈ കർഷകർക്ക് ഒപ്പമുണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് തടയുന്നതിനായി അല്ലെങ്കിൽ ഇത്തരത്തിൽ കർഷകർ ഒത്തുചേരുന്നത് തടയാൻ പഞ്ചാബ് പോലീസിന്റെ അല്ലെങ്കിൽ പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല എന്ന കുറ്റപ്പെടുത്തലും കേന്ദ്രം നടത്തുന്നുണ്ട്.
ഈ കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും ശക്തമായ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് നേരിട്ട് കർഷകരെ ആക്രമിക്കുന്നതിന് പകരമായിക്കൊണ്ട് അവരെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഇത്തവണ 2020 നിന്നും വ്യത്യസ്തമായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്നുള്ളത്. ഹരിയാന, ഡൽഹി പോലീസുകൾ അതിനായുള്ള ക്രമീകരണങ്ങളാണ് അതിർത്തി പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. കർഷകർ മുന്നോട്ട് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഈ സിംഗു കൂടാതെ ഗാസിപൂർ അടക്കമുള്ള ഗുരുഗ്രാം അടക്കമുള്ള മേഖലകളിലും വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഡൽഹിയിൽ വീണ്ടും വലിയ ട്രാഫിക് ജാമുകൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. മണിക്കൂറുകളോളം ഈ ട്രാഫിക് തടസ്സപ്പെട്ടിട്ടുണ്ട് പല അതിർത്തി പ്രദേശങ്ങളിലും. അതേസമയം കർഷകർ ഒരു കാരണവശാലും പിന്നോട്ടില്ല, തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്നും പിന്മാറില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം ഈ സർക്കാർ വിളിച്ച ചർച്ചകളിൽ ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ തയ്യാറാണ് എന്നുമുള്ള നിലപാടാണ് കർഷകരുടേത്. ഹാഷ്മി. ബൽറാമാണ് സിംഗുവിൽ നിന്ന്, ഹരിയാന ഡൽഹി അതിർത്തി സിംഗുവിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നമ്മൾ കർഷക സമരം അതിനെ പോലീസ് നേരിട്ടത് വലിയ സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്, കേസെടുക്കലൊക്കെ കണ്ടതാണ്. സമാനമായ രീതിയിലേക്ക് ആ സമരം പോകുമോ എന്നറിയാം. എന്തായാലും കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നു. അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഈ താങ്ങുവിലയിൽ നിയമപരമായ സ്ഥാനത്ത് ഉറപ്പാക്കുന്ന ഒരു പരിഹാരത്തിൽ കുറഞ്ഞൊന്നും കർഷകർ പ്രതീക്ഷിക്കുന്നില്ല. മറ്റു സമിതികളോ മറ്റു ഉറപ്പുകളോ ഒന്നും കർഷകർക്ക് സ്വീകാര്യമല്ല. അപ്പോൾ ഫൈനൽ ആ ആവശ്യത്തിലേക്ക് തന്നെ കേന്ദ്രം എത്താനിടയുണ്ടോ സമരം ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? തീർച്ചയായിട്ടും ഹാഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കർഷകർ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനകൾ തന്നെ സൃഷ്ടിക്കും. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ്. കാരണം ഇതുവരെ നടത്തിയ 4 ചർച്ചകൾ പരാജയം മാത്രമേ കണ്ടിട്ടുള്ളൂ. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊന്നും ഒരു തീർപ്പ് ഉണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കർഷകർ തുടർന്ന് ഡൽഹി ചലോ എന്ന മാർച്ചുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ഒരു ചർച്ചകളുടെ സാധ്യതകൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഇന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ അറിയിച്ചത് താങ്ങുവില ഉൾപ്പെടെയുള്ള, അതായത് കർഷക സമരകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ, താങ്ങുവില തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളിലും ചർച്ചകൾ നടത്താമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കൃഷിമന്ത്രി അറിയിച്ചിരിക്കുന്നത്. സമാധാനവും അതുപോലെ തന്നെ പ്രശ്ന പരിഹാരവുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുൻഗണനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാം എന്ന് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അത് കർഷക സമരത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നുകൂടി തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ എത്തേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ 4 ചർച്ചകൾ നടത്തി. കൃഷിമന്ത്രിയും അതോടൊപ്പം തന്നെ പീയൂഷ് ഗോയലും അടക്കമുള്ള മന്ത്രിമാർ ആ ചർച്ചയുടെ ഭാഗമായി എങ്കിലും ഒരു തരത്തിലുള്ള ഫലവും കണ്ടില്ല. ഒടുവിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു 4ാം ഘട്ട ചർച്ചകൾ നടത്തിയതെങ്കിലും അതിലും വേണ്ടത്ര ഒരു പരിഹാരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് വീണ്ടും കർഷകർ സമരവുമായി മുന്നോട്ട് പോകുവാൻ ഒരുങ്ങിയത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ള കാര്യത്തിലേക്ക് അറിയിക്കുന്നത്. എന്തായാലും കർഷക നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്ന മുറയ്ക്കായിരിക്കും ഈ ചർച്ചകൾ എന്തായാലും നടക്കുക. പ്രശ്ന പരിഹാരം കാണുവാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും മുൻപിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടികളാകും എന്നുള്ള വിലയിരുത്തലുണ്ട്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് ഹരിയാന, പഞ്ചാബ് ഹൈക്കോടതിയെ കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും സമീപിച്ചിരുന്നു. അത് ഈ കർഷക സമരം തടയാൻ വേണ്ട നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അപേക്ഷ നൽകിയത്. പക്ഷേ അടിയന്തരമായി പരിഗണിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ആവശ്യം അത് ഹൈക്കോടതി, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിസമ്മതിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അടിയന്തരമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല നീക്കങ്ങൾ ഇതിൻ്റെ മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ചർച്ചകളും അതിൻ്റെ സാധ്യതകളും കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷകർക്ക് മുൻപിലേക്ക് വച്ചിട്ടുണ്ട്. ഹാഷ്മി. ബൽറാം നെടുങ്ങാടി, അച്യുതനുമാണ് സിംഗുവിൽ നിന്നും ശംഭുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇവിടെ രഘുനന്ദനം പറയുന്നു, കർഷകർ സമരം കടുപ്പിക്കുമ്പോൾ മാത്രം ചർച്ച ചെയ്യാം എന്ന് പറയാതെ അത് പരിഹരിക്കലല്ലേ വേണ്ടത് എന്ന് ശരിയാവണ്ണം ചോദിക്കുന്നു. ശരിയാണ്, അവർ കൊടുത്ത ഉറപ്പുകൾ കൃത്യമായി പാലിക്കപ്പെടുക. താങ്ങുവിലടക്കം നേരത്തെ കൊടുത്ത ഉറപ്പുകൾ ആദ്യം പാലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് അവർ സമരം ചെയ്യുമ്പോൾ മാത്രം ഇത്തരത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, കർഷകർ ചേറിൽ കാലുകുത്തിയാലേ മനുഷ്യർ ചോറിൽ കൈകുത്തുകയുള്ളൂ എന്ന് പറയുന്നത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട, കർഷകരെ മറന്നൊരു കളി നമുക്കില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എന്തായാലും ആ സമരം വളരെ കാര്യക്ഷമമായി തന്നെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. എന്താകും ചർച്ചയുടെ ഇമ്പാക്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത്, നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും.
ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യം തീരുമാനമെടുക്കും. പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. വ്യാജ അക്യുപങ്ചർ ചികിത്സയാണ് യുവതിക്ക് നൽകിയതെന്നും സ്ഥിരീകരിച്ചു. ഇന്നലെയാണ് പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ഷമീറയും കുഞ്ഞും മരിച്ചത്. ഗർഭാവസ്ഥയിൽ ഒരിക്കൽ പോലും ഡോക്ടറെ കണ്ടിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. ഭർത്താവ് നയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷമീറ പ്രസവ ശുശ്രൂഷയ്ക്ക് ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് അയൽവാസികളും ആശാവർക്കറും പോലീസിൽ മൊഴി നൽകി. ഗർഭിണികൾക്ക് ഫുഡുണ്ട്, അതിനുവേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടച്ചിരിക്കുന്നു. അപ്പം നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഗർഭിണിയാണോന്ന് അറിഞ്ഞതേ ഉള്ളൂ. അപ്പം അത് ഞങ്ങൾക്ക് അതിനെ ഫോളോ അത് ഒരു വീട്ടിൽ വരണം, ഞങ്ങൾക്കെല്ലാം എഴുതണം. അത് പിന്നത്തെ കാര്യം. പക്ഷെ കുഞ്ഞിന്റെ ഡീറ്റെയിൽ ഒന്നും തന്നിട്ടുമില്ല. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് നയാസ്. ആശാവർക്കർ ഡിഎംഒയ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അക്യുപങ്ചർ ചികിത്സയാണ് ഷമീറയ്ക്ക് നൽകിയിരുന്നതെന്നാണ് പ്രാഥമിക വിവരം. നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകളെയും ഷമീറയ്ക്ക് അക്യുപങ്ചർ ചികിത്സ നൽകിയ ഭീമാപ്പള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്യും. നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആശാവർക്ക് താഴെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കയറിപ്പോയപ്പോഴാണ് അറിയുന്നത് 3 മാസം ഗർഭിണിയാണെന്ന്. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, അല്ലാതെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആരോഗ്യവകുപ്പ് വിവരമറിയിച്ചിട്ടും നേമം പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി സുൽഫിക്കർ ആരോപിച്ചു. അപ്പോൾ അവർ ഇവരോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവം വന്നപ്പോൾ അവർ കൗൺസിലെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ പോലീസിനോട് ആശാവർക്ക് ഹെൽത്തിലെ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്ത് പോലീസിനെ അറിയിച്ചു. അപ്പോൾ പോലീസ് ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് രാത്രി ആയതുകൊണ്ട് അവർക്ക് വീട്ടിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല. ഇവർ ഫോൺ ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അങ്ങ് പോയി. ഷമീറ പാലക്കാട് സ്വദേശിനിയും നയാസ് തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയുമാണ്. ഇരുവരുടെയും 2ാം വിവാഹമാണ്. 24 തിരുവനന്തപുരം. അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് പോലീസ് അങ്ങ് പോകുന്നത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. ലില്ലി ചോളിൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ പിടിവാശിക്കും പ്രാകൃത ചിന്തകളും കാരണം 2 മനുഷ്യജീവനുകൾ പൊരിഞ്ഞു. നഷ്ടം അയാൾക്കും കുടുംബത്തിനും തന്നെ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു പരമസാധു സ്ത്രീയുടെ ജീവനാണ് അത്തരത്തിൽ നഷ്ടപ്പെട്ടത്. അത് ഒരു പാഠമാവട്ടെ. ഇതിപ്പോൾ ആദ്യമായി സംഭവിക്കുന്ന ഒരു സംഭവമല്ല. പക്ഷേ ആവർത്തിക്കുന്ന സംഭവങ്ങളിൽ ഇനിയൊരു പാഠമാകട്ടെ. സമൂഹത്തിന് ചുറ്റും താമസിക്കുന്നവർക്കും സമൂഹത്തിനും ഒരു ജാഗ്രതയാവട്ടെ സംഭവം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. റിപ്പോർട്ട് ലഭിക്കാത്ത ചോദ്യം ചെയ്ത് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലെ കേസിലെ 8ാം പ്രതി ദിലീപ് എതിർത്തിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകരുതെന്നും തനിക്ക് പകർപ്പ് നൽകണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരെ കാണാതായ സംഭവത്തിൽ ദുരൂഹത അങ്ങനെ തുടരുകയാണ്. എങ്ങും എത്തുന്നില്ല പോലീസ് അന്വേഷണം. കുട്ടിയുടെ കുടുംബത്തിലെ 3 പേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു. പോലീസ് നടപടിക്കെതിരെ ബന്ധുക്കൾ SIT ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടി നിരീക്ഷണത്തിൽ തുടരുന്നു. കുഞ്ഞ് ആരോഗ്യവതിയാണ്, പക്ഷേ നിരീക്ഷണത്തിൽ തുടരുകയാണ്. 19.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ 2 വയസ്സുകാരി മേരിയെ കണ്ടെത്തിയെങ്കിലും സംഭവത്തിലെ ദുരൂഹത തുടരുകയാണ്. കുട്ടി കൊച്ചുവേളിയിലെ പൊന്തക്കാട്ടിലെത്തിയതിന്റെ കാരണം പോലീസിനും അറിയില്ല. ബന്ധുക്കളിൽ 3 പേരെ രാവിലെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനു പിന്നാലെ മറ്റു കുടുംബാംഗങ്ങൾ SITക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. पुलिस चौकी में बोला कि जाएंगे, तो पुलिस चौकी में बुलाई है. अब इधर आया कि किधर गया है भगवान जाने. पुलिस गाड़ी में बैठा के ले गया 3 आदमी को. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന കുട്ടിയുടെ മൊഴിയിലാണ് പോലീസിന്റെ പ്രതീക്ഷ. എന്നാൽ കുട്ടിയെ ഉടൻ ഡിസ്ചാർജ് ചെയ്യേണ്ടതില്ലെന്നാണ് തീരുമാനം. കൌൺസിലിംഗ് അടക്കം നൽകിയ ശേഷമായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 തിരുവനന്തപുരം. മധ്യവർക്കി പറയുന്നുണ്ട്, ഹാഷ്മി മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കല കേസെടുക്കേണ്ടത്, കൊലപാതകത്തിന് കേസെടുക്കണമെന്ന് പറയുകയാണ്. ഒരു തരത്തിൽ അതൊരു തരത്തിലുള്ള കൊലയ്ക്ക് കൊടുക്കലും കൊലപാതകം ഒക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവട്ടെ. ഒരു മാതൃകയാവാൻ ആഗ്രഹിക്കുകയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യും. ഈ മാസം 27-നാകും ഔദ്യോഗിക അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 20 സീറ്റുകളിൽ 15 സീറ്റുകളിലാണ് CPIM മത്സരിക്കുക. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ ആയിട്ടുമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ നേതൃത്വത്തിൽ നൽകിയ പട്ടികയിൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, അപ്പോൾ ഈ 15 സീറ്റുകളിൽ അല്ലെങ്കിൽ 15 സ്ഥാനാർത്ഥികളിൽ ഓൾമോസ്റ്റ് ഏതാണ്ട് ഫൈനൽ ധാരണ എത്തിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
ഉറപ്പായിട്ടും ഹഷ്മി, കാരണം 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പേരിലേക്ക് ഇതുവരെയും എത്താതിരുന്നത്. ഈ ചാലക്കുടി, എറണാകുളം, അതേപോലെ തന്നെ പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് കുറച്ചെങ്കിലും പാർട്ടിക്ക് ആലോചിക്കാൻ ഒരു സമയം വേണ്ടിയത്. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ പട്ടികയിൽ ചർച്ച നടക്കുകയും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും വൈകിട്ട് 3 മണിക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗവും ഈ പട്ടിക പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുക. നമുക്കറിയാവുന്ന പോലെ തന്നെ അപ്രതീക്ഷിതമായുള്ള കാൻഡിഡേറ്റുകളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി ഇറങ്ങുന്നത്. മന്ത്രിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, MLA-മാർ, ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വേണ്ടി മത്സരിക്കാനായി കളത്തിനിറങ്ങുന്നതിൽ ഏറ്റവും പ്രധാനം ആലത്തൂരാണ്. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും അതേപോലെ തന്നെ വർക്കല MLA-യുമായിട്ടുള്ള ജോയി ആയിരിക്കും ആറ്റിങ്ങലിൽ മത്സരത്തിനിറങ്ങുക. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കൊല്ലത്ത് മുകേഷിനെ തന്നെ കളത്തിലിറക്കാനാണ് ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്ന അഭിപ്രായം. സ്വാഭാവികമായും അത് പരിഗണിച്ചുകൊണ്ട് ആ പേരിലേക്ക് തന്നെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം എത്താനാണ് സാധ്യത. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മത്സരിക്കും. പൊന്നാനിയിൽ KT ജലീൽ മത്സരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ ആഗ്രഹം. എന്നാൽ V വസീഫിന്റെ പേരും പരിഗണനയിലുണ്ട്. മലപ്പുറത്ത് VP സാനു, അതേപോലെ തന്നെ അബ്ദുള്ള നവാസ് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. ചാലക്കുടിയിൽ ഇതുവരെയും തീരുമാനത്തിലെത്തിയിട്ടില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനെയാണ് നേതൃത്വം ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റും നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേരാണ്. പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായ മാറ്റം എന്ന നിലയ്ക്ക് സാജു പോളോ അല്ലെങ്കിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പുഷ്പദാസോ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും പൊതുസ്വതന്ത്രനായി വന്നേക്കും. ആലപ്പുഴയിൽ AM ആരിഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ഈ എറണാകുളത്തെ കാര്യവും കുറച്ച് വ്യത്യസ്തമാണ്. അതിൽ എറണാകുളത്ത് ഒരു പൊതുസ്വതന്ത്രനെ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതൊരു പക്ഷേ യേശുദാസ് പറപ്പള്ളിയോ KV തോമസിന്റെ മകൾ രേഖ തോമസോ വന്നേക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും 27-ാം തീയതിയാണ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അടക്കം അംഗീകാരം വാങ്ങിക്കൊണ്ടായിരിക്കും ഈ പട്ടികയിലേക്ക് അല്ലെങ്കിൽ പട്ടിക പൂർണ്ണ അർത്ഥത്തിൽ അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി മാറുക. ഹഷ്മി. യെസ്, അപ്പോൾ CPM അതിൻ്റെ ഫൈനൽ ലിസ്റ്റിലേക്ക് എത്തുകയാണ്. 3 ഇടങ്ങളിൽ മാത്രമാണ് ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്തത്. CPM-ന്റെ അതിൻ്റെ വിപുലമായ സംഘടനാ സംവിധാനം ഒക്കെ ഉള്ളത് കാരണം അതിലേക്ക് മുഴുവൻ എത്തുന്നു. 27-ാം തീയതി അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേരളവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ മൂഡിലേക്ക് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ UDF-ൽ ചർച്ച തുടരുകയാണ്. സമരാജ്ഞയ്ക്ക് ശേഷം സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ തമ്മിൽ ഓൺലൈനായി ചർച്ചയും നടക്കുന്നുണ്ട്. സമരാഗ്നി ജാഥ സമാപിക്കുന്നതിന് മുൻപ് തന്നെ മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ തീരുമാനമെടുക്കാനാണ് നേതാക്കളുടെ ശ്രമം. സമരാഗ്നിയുടെ സമാപനത്തിന് തൊട്ടുപിന്നാലെ സീറ്റ് വിഭജനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ജാഥയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ തമ്മിൽ അനൌദ്യോഗിക ചർച്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചു. പകരം ആവശ്യപ്പെടുന്ന രാജ്യസഭാ സീറ്റിൽ ചർച്ചയാവാം എന്നാണ് നേതാക്കളുടെ നിലപാട്. എന്നാൽ അക്കാര്യത്തിലും ഉറപ്പ് നൽകിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ഓൺലൈനായി ഔദ്യോഗിക ചർച്ച നടത്തും. ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത്. എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാന പ്രശ്നം. അങ്ങനെ ചർച്ചയിലേക്ക് പോയില്ല. രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. 1-2 ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വിവാദമുണ്ടാക്കി സീറ്റ് വാങ്ങേണ്ടെന്ന നിലപാടിലേക്ക് ലീഗ് നേതൃത്വം എത്തിയതായാണ് സൂചന. അധികം വൈകാതെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് UDF നേതാക്കളുടെയും പ്രതീക്ഷ. 24 തിരുവനന്തപുരം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സീറ്റ് ആവശ്യത്തിൽ നിലപാട് കടുപ്പിക്കാൻ മുസ്ലിം ലീഗ് ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് പാണക്കാട് ചേർന്ന യോഗത്തിൽ തീരുമാനം. കോൺഗ്രസുമായി ചർച്ച തുടരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ, അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഉള്ള ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ്. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഇനിയിപ്പോൾ UDF യോഗം ജാഥൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വരുന്നത്. സമീർ, രാജ്യസഭാ സീറ്റിലേക്കുള്ള പ്രഷർ ടാക്ടിക്സിനപ്പുറം 3-ാം സീറ്റിൽ കുറി ഗൗരവമായി അത് 3-ാം സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാടിലേക്ക് എത്തുകയാണോ ലീഗ്?
ഹാഷ്മി, കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകില്ലെന്നും 2 സീറ്റിനെ കുറിച്ച് ധാരണയായെന്നുമുള്ള വാർത്തകളും ഒപ്പം തന്നെ സൂചനകളും പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അണികൾക്കിൽ ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ ചേർന്ന് പാണക്കാട് അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത്. പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, PMA സലാം, പാണക്കാട് അബ്ദുൾ സമദ് സമദാനി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിലാണ് ഈ 3ാം സീറ്റ് എന്നുള്ള ഒരു ആവശ്യത്തിൽ ശക്തമായി ഉന്നയിക്കാനും അതോടൊപ്പം തന്നെ അതിൽ ഉറച്ചു നിൽക്കാനും മുസ്ലിം ലീഗ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ യോഗത്തിന് ശേഷം UDF കോൺഗ്രസ് നേതാക്കളുമായി മുസ്ലിം ലീഗ് ചർച്ചകൾ നടത്തും. അക്കാര്യത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഇന്നത്തെ യോഗം എത്തിയിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സംസാരം അത് തന്നെയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 3ാം സീറ്റ് ആവശ്യത്തിൽ നിന്നും മുസ്ലിം ലീഗ് ഒരു നിലക്കും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം വരിക UDF യോഗത്തിലായിരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് 3ാമതൊരു സീറ്റ് നൽകില്ലെന്നും 2 സീറ്റുകൾ നൽകാവുന്ന നേരത്തെയുള്ള 2 സീറ്റിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ധാരണയും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് പകരമായി രാജ്യസഭാ സീറ്റ് എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതുമായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പറയുന്നത് രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തിൽ ചർച്ചയെ നടന്നിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളതുമാണ് നേതാക്കളുടെ വിശദീകരണം. ഹാഷ്മി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകി. അപ്പോൾ ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവകാശവാദങ്ങൾ ഉണ്ടാകും, തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഏത് രീതിയിൽ ആ തർക്കങ്ങൾ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് കേരളം കൃത്യമായി തന്നെ എത്തുകയാണ്. ധന്യയും ചോദിക്കുകയാണ്, നടിയെ പീഡിപ്പിച്ച കേസിൽ എന്താണ് ഇത്ര വൈകൽ? നിയമത്തിലെ നൂലാമാലകൾ കണ്ടാലേ ആർക്കും കേസിന് പോകാൻ തോന്നില്ല. എന്നാൽ താൻ കേസുകൂടെ എന്ന ആറ്റിറ്റ്യൂഡോടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം പെരുകാനത് കാരണമാകും. നിയമത്തിലെ നൂലാമാലകൾ എന്ന വാക്ക് തന്നെ കാലാകാലങ്ങളുള്ള വാക്കാണ്. അപ്പോൾ നൂലാമാല ആണ്. സുഭാഷ് രാമകൃഷ്ണൻ പറയുകയാണ്, ഹാഷ്മി അങ്കിളിൻ്റെ ഒരു ഹായ് കിട്ടാൻ അശ്വിൻ നോക്കിയിരിക്കുന്നു. ഇന്നലെ അശ്വിൻ കുഞ്ഞാണ് അശ്വിൻ മോൻ ഇന്നലെ നമ്മൾ ഹായ് പറയുമ്പോഴേക്ക് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അശ്വിൻ ഇപ്പോൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹായ് അശ്വിൻ മോൻ ഹായ്. ഇപ്പോൾ വരുന്ന വാർത്ത, കർഷകർക്ക് നേരെ വീണ്ടും കണ്ണീർവാതക പ്രയോഗമെന്നാണ്. ശംഭു അതിർത്തിയിലാണ് കർഷകർക്ക് നേരെയുള്ള പോലീസ് നടപടി. അപ്പോൾ അവിടെ സമരച്ചൂട് കൂടുകയാണ്. സമരച്ചൂട് മാത്രമല്ല അവിടെ കൂടുന്നത്. ഇന്നും നാളെയും കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില വരും. 37 ഡിഗ്രി സെൽഷ്യസ് വരെയും. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം. എന്ന് പറഞ്ഞാൽ സാധാരണ താപനിലയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്നാണ് പറയുന്നത്. ഇന്നത്തെ കണക്കാണ്. അപ്പോൾ മഞ്ഞ അലർട്ട് ഉള്ളത് കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ്. അപ്പോൾ ഇതിങ്ങനെ കുത്തനെ കൂടി വരികയാണ്. പരിപാടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കാര്യത്തിലൂടെ ഇരിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ കുടയൊക്കെ എടുക്കാതെ പോവാതിരിക്കാതിരിക്കുക. എങ്ങനെ കുടയൊക്കെ എടുക്കാതെ പോയി, അതായത് കുട എടുത്തോണ്ട് പോകുമോ അത് മതി. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്തതിനാൽ ബദൽ നിർദ്ദേശവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളുടെ ദൈനംദിന ചിലവിനുള്ള ഫണ്ടിൽ നിന്ന് പരീക്ഷാ ചിലവിനുള്ള തുക കണ്ടെത്താനാണ് ഉത്തരവ്. ഫണ്ട് ലഭിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിനുള്ള ചെലവിനായി പണം തികയാതെ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് ബദൽ മാർഗം തേടിയത്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ക്ലാസുകളിലേക്കുള്ള പരീക്ഷകൾ നടത്താൻ സ്കൂളുകളുടെ നിത്യച്ചെലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാനാണ് നിർദ്ദേശം. ഇതിന് അനുമതി തേടി പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ കത്തിനുള്ള അനുമതിയായാണ് പുതിയ ഉത്തരവ്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചെലവാകുന്ന പണം തിരികെ PD അക്കൗണ്ടിൽ തന്നെ നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു. 2023-24 വർഷം പരീക്ഷ നടത്തിപ്പിനായി ആകെ 44 കോടി രൂപയാണ് ചെലവായത്. ഈ കുടിശ്ശിക നിലനിൽക്കെയാണ് പുതിയ ഇടപെടൽ. 24 തിരുവനന്തപുരം. വിപിൻ വി പറയുന്നു, ഹാഷ്മി, സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുമായി ബന്ധപ്പെട്ട സമരം കത്ത് നിൽക്കുന്ന സമയം താങ്കളുടെ ഒരു വാക്ക് 10,000-കണക്കിന് യുവാക്കളുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പറയുകയാണ്. നമ്മൾ പറയാതിരിക്കുന്നതല്ല വിപിനെ. എല്ലാ വാർത്തകളിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ആ സമരം നമ്മൾ എടുക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതുപോലെ കമന്റ് ബോക്സിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ദിവസവും തന്നെ ഞാൻ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം വായിക്കാറുമുണ്ട്. പറയാത്തതല്ല, പ്രശ്നപരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 30:27 ഇനി പെട്ടെന്ന് നമ്മളൊന്ന് മാർക്കറ്റ് വ്യൂവിലേക്ക് പോകുന്നു. അവിടെയുണ്ട് സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. സെൻസെക്സ്, നിഫ്റ്റി വ്യാപാരം നേരിയ നേട്ടത്തോടെ. IT, മീഡിയ ഓഹരികളിൽ ഇടിവ്. തുടർച്ചയായ 3ാം സെഷനിലും നിഫ്റ്റി റെക്കോർഡ് ഭേദിച്ചു. സി എന്റർടൈൻമെന്റ്സിന് വീണ്ടും തിരിച്ചടി. 2000 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. കമ്പനിയിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ട സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വാർത്തകൾ നിഷേധിച്ച സി എന്റർടൈൻമെന്റ്സ്. വിലക്കിഴിവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടവുമായി ഒല. 3 ദിവസത്തിനുള്ളിൽ 10,000 ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റഴിച്ചു. ഒല വാഹനങ്ങൾക്ക് 25,000 രൂപ വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിരുന്നു.
രാജ്യത്ത് ഉള്ളി വില കുറഞ്ഞു. ക്വിന്റലിന് 150 രൂപ വരെ ഇടിഞ്ഞു. ഇടിവ് ഉള്ളി കയറ്റുമതി നിരോധനം അടുത്ത മാസം അവസാനം വരെ തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ. QIP വഴി ഫണ്ട് സമാഹരണം ആരംഭിച്ചതിന് പിന്നാലെ യൂണിയൻ ബാങ്ക് ഓഹരികളിൽ ഉണർവ്. ഓഹരികൾ 10% ഉയർന്നു. രേഖപ്പെടുത്തിയത് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. മങ്ങിയ ആഗോള സൂചനകൾക്കിടെയൊക്കെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു അസ്ഥിരത പ്രകടമാണ്. എങ്കിലും നേരിയ തോതിൽ ഉയർന്ന വ്യാപാരം തുടരുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ. IT ഓഹരിയിലുണ്ടായ ഒരു ഇടിവ് ഇന്ന് ഓഹരി വിപണിയിലെ ചെറിയ രീതിയിൽ ഒരു താഴ്ചയിലേക്ക് വലിച്ചു. എങ്കിലും ഇൻട്രാഡേ ട്രേഡിൽ ഉയർന്ന നിരക്കോടെ നിഫ്റ്റി കരുത്ത് പ്രകടിപ്പിച്ചു എന്ന് തന്നെ പറയാം. നിലവിൽ ഇന്ന് IT ഓഹരികളിൽ ഉണ്ടായ ഒരു ഇടിവാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ ചെറിയൊരു താഴ്ചയിലേക്ക് പോകാൻ കാരണമായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും മെറ്റൽ റിയൽറ്റി ഓഹരികൾ ശക്തമായ ഒരു പിന്തുണ ഇന്ത്യൻ ഓഹരി വിപണിക്ക് നൽകിയെന്ന് തന്നെ പറയാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ നിലവിൽ പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം തുടരുന്നത്. നിഫ്റ്റി 50യിൽ 2 പോയിന്റ് ഉണർവിൽ 22,199 നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ്, അതായത് എവർ റെക്കോർഡ് എന്ന് തന്നെ പറയാവുന്ന പോയിന്റ് 22,249 പോയിന്റിലേക്ക് ഇന്ന് നിഫ്റ്റി ക്രോസ് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. ഏറ്റവും ലോ ആയിട്ടുണ്ടായിരുന്ന പോയിന്റ് 22,160 എങ്കിൽ തന്നെയും നിഫ്റ്റി നിലവിൽ ഒരു നേരിയ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം തുടരുന്നത്. നിഫ്റ്റി ബാങ്കിൽ വളരെയധികം നേട്ടമുണ്ട്. രാവിലെയൊക്കെ തന്നെ ചെറിയൊരു ഇടിവ് പ്രകടമായിരുന്നെങ്കിലും അതെല്ലാം മാറി നിലവിൽ 113 പോയിന്റ് ഉണർവിൽ 47,207 പോയിന്റ് ഉണർവിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വരികയാണെങ്കിൽ ചെറിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. 20,799 ഒരു പോയിന്റ് ഇടിവിൽ 20,799 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും നിലവിൽ വ്യാപാരം നടക്കുന്നത് 73,050 പോയിന്റാണ്. ചെറിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. 7 പോയിന്റ് ഇടിവിൽ 73,050 പോയിന്റ് ഇടിവിലാണ് ഉണ്ടാകുന്നത്. വിപണിയിൽ ഒരു അസ്ഥിരത അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടം പ്രകടമാണെന്ന് തന്നെ പറയാം. എങ്കിൽ തന്നെയാണെങ്കിലും ഒരു നിലവിലുള്ള ഒരു മാർജിനൽ പോയിന്റ് ഇതുവരെയും താഴ്ന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ് അതിഥിയായെത്തുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റിലൊരു അസ്ഥിരത പ്രകടമാണല്ലോ, എന്തായിരിക്കാം ഇതിനൊരു കാരണം? വലിയൊരു കറക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ മാർക്കറ്റ്? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും വെച്ച് തന്നെ അതിനകത്തുനിന്ന് തന്നെ ആ കറക്റ്റായിട്ടുള്ള അനാലിസിസ് ഉണ്ട്. മാർക്കറ്റ് ഇന്നൊരു ഓൾ ടൈം ഹൈ അടിച്ചിരുന്നു, 22,249 എന്ന് പറയുന്ന ഹൈ. ആ ലെവലിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്തിട്ട് കുറച്ചൊന്ന് താഴ്ന്നു, ഒരു 50 പോയിന്റ് താഴ്ന്ന് എക്സാക്റ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. 22,200 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസമായിട്ട്, ഈ ഒരു എക്സ്പയറി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 20 ദിവസമായിട്ട് പതിയെ മുകളിലേക്ക് വന്ന് ഇപ്പോൾ ഓൾ ടൈം ഹൈ ലെവലിൽ വന്നിരിക്കുകയാണ് ഇന്നലെ ഇന്നുമായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകാനായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഈ മന്തിൻ്റെ എക്സ്പയറി അടുത്ത വ്യാഴാഴ്ചയാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ F&O പൊസിഷനൊക്കെ ഉള്ളവർക്കൊക്കെ പൊസിഷൻസ് ലിക്വിഡേറ്റ് ചെയ്യണം. പിന്നെ മാർക്കറ്റിൽ വാല്യുവേഷൻ വൈസ് കുറച്ച് റിച്ചായിട്ട് നിൽക്കുന്നു. ന്യൂസ് ഫ്ലോസ്, ഈ ഡൽഹി ചലോ മാർച്ചൊക്കെ ഫാർമേഴ്സിൻ്റെ എങ്ങനെ വന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ ആശങ്കകൾ നിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് കോഷ്യസ് ആയിട്ട് വേണം ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് നിൽക്കാനായിട്ട്. കാരണം ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു 300-400 പോയിന്റിൻ്റെ ഇടിവ് നിഫ്റ്റിയിൽ ഉണ്ടാകാനായിട്ട് ഈ ഒരു ദിവസമായിട്ടല്ല, വരും ദിവസങ്ങളിലായിട്ട് അടുത്ത എക്സ്പയറിക്ക് മുമ്പായിട്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ബാങ്കിങ് ഓഹരികളിലടക്കം അതുപോലെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളടക്കം നല്ല സ്റ്റോക്കുകളൊക്കെ ഇന്നും മുകളിലേക്കാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, DLF പോലെയുള്ള നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ മുകളിലേക്ക് തന്നെയാണ് ഇന്നും ട്രേഡ് ചെയ്യുന്നത്. അതിലൊക്കെ നല്ല രീതിയിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാലും ബ്രോഡർ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സെൽ ഓഫും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് ആര് വീഴും എന്നെല്ലാം വരും മണിക്കൂറുകൾ അറിയാം. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലുമായി വൈകിട്ട് 4:45 കാണാം. ബാക്ക് ടു ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് വയനാട്ടിലെത്തും. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് UDF ആരോപിക്കുന്നു. വനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇന്ന് വൈകിട്ട് ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തും. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. നാളെ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരും.
മന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് UDF MLA-മാരുടെ ആരോപണം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ നൽകിയ ആശ്വാസധനത്തെ വിമർശിച്ചവരാണ് BJP എന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. കർണാടകയുടെ ആന, കർണാടക റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന കേരളക്കാരനെ കൊലപ്പെടുത്തുന്ന സമയത്ത് എന്തിന് കർണാടകയുടെ പണമെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. ആ വലിയ ഹീനമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന BJPയുടെ മന്ത്രി ഈ വയനാട്ടിൽ വരുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ്? ആരെ തൃപ്തിപ്പെടുത്താൻ? വന്യജീവി ആക്രമണങ്ങളിലെ ഇരകൾക്ക് എന്താശ്വാസമാണ് കേന്ദ്രം നൽകുക എന്നായിരുന്നു IC ബാലകൃഷ്ണൻ MLA-യുടെ ചോദ്യം. ജനങ്ങൾക്ക് വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായ പദ്ധതി പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF ഇന്നലെ മുതൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്നിരുന്ന രാപ്പകൽ സമരം അവസാനിച്ചു. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ആ ബോധ്യം യൂണിഫോം ഇട്ടതും ഇടാത്തതുമായ സകല ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് 24 വയനാട്. അപ്പോൾ വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചായിരുന്നു വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ച്. സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കല്ലേറിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. KP 2-ാം ബറ്റാലിയനിലെ പ്രഫുൽദാസിനാണ് പരിക്ക്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മലിനെ ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത്. സുർജിത്ത്, നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? എങ്ങനെയാണ് ആ സമരം സംഘർഷത്തിലേക്ക് എത്തിയത്? ഹാഷ്മി, ഈ ഇവിടുത്തെ വനം വിഷയങ്ങൾ പരിഹരിക്കാൻ, അതായത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ വനമന്ത്രിക്കാവുന്നില്ലെന്നും വനമന്ത്രി രാജി വെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു. പിന്നീട് ഏതാനും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി. ആ തർക്കത്തെ തുടർന്ന് പോലീസുകാർക്ക് നേരെ കല്ലേറ് നടന്നു. പിന്നീടാണ് ലാത്തിചാർജ് നടന്നത്. ലാത്തിചാർജിൽ 2 പേർക്കാണ് പ്രധാനമായും പരിക്കേറ്റുള്ളത്. ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മലിനാണ്. മറ്റൊന്ന് പ്രഫുൽദാസ് എന്ന പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് കല്ലേറ് നെഞ്ചിൽ വന്ന് പതിക്കുകയായിരുന്നു. ഇടത് നെഞ്ചിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേൽക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് റോഡിൽ തന്നെ നടന്ന ധർണ. ആ ധർണ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസാരിച്ചു. ഇതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. കാശ്മീർ. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധമുണ്ടായി. നേരത്തെ നമ്മൾ കണ്ടാണ് വയനാട്ടിലെ വലിയ വൈകാരികമായിട്ടുള്ള പ്രതിഷേധമൊക്കെ കണ്ടു. അതിന് തുടർച്ചയിൽ സമരങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഇന്നലെ സമരം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരമായിരുന്നു. നാളെ കേന്ദ്രമന്ത്രി എത്തുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന് T. സിദ്ദിഖ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ സമരകാലമാണ് വയനാട്ടിൽ. അത് ഏതാണ്ട് യുക്തിയുള്ള സമരങ്ങൾ വേണം കേട്ടോ എല്ലാം. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലിക്കാട്ടാൻ ബേലൂർ മഖനെ വെടിവെക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ജനവാസ മേഖലയിലെത്തിയാൽ ഉചിതമായ സ്ഥലത്ത് വെച്ച് വെക്കാം എന്നാണ് കോടതി അനുമതി. ഇതിനായി കേരള കർണാടക വനംവകുപ്പുകൾ സംയുക്ത പദ്ധതി തയ്യാറാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലവിൽ കർണാടക വനമേഖലയിൽ കഴിയുന്ന ആനയെ നിരീക്ഷിക്കാൻ പോയ കേരള ദൗത്യസംഘത്തെ കർണാടക വനംവകുപ്പ് തടയുകയും ചെയ്തു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് P. ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ബേലൂർ മഖനിയെ മയക്കുവെടിവെക്കാൻ അനുമതി നൽകിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അനുയോജ്യമായ പ്രദേശം ലഭിക്കുകയാണെങ്കിൽ വെടിവെക്കാനാണ് നിർദ്ദേശം. ആനയെ വനത്തിൽ കയറി വെടിവെക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ആനയെ വെടിവെക്കാൻ കർണാടക കേരള വനം വകുപ്പുകൾ സംയുക്തമായി പദ്ധതി തയ്യാറാക്കണം. വന്യജീവി ശല്യം തടയാൻ അയൽ സംസ്ഥാനങ്ങളുമായി യോജിച്ച പ്രവർത്തനം വേണമെന്നറിയിച്ച കോടതി വയനാട്ടിലെ ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവയുടെ രൂപരേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. ആനയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് ജനവികാരമെന്ന് ജില്ലാ കളക്ടർ രേണുരാജ് ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും അനുമതി നൽകാൻ കളക്ടർക്ക് സാധ്യമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിലവിൽ ആന കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിലാണുള്ളത്. ആനയെ നിരീക്ഷിക്കാൻ പോയ കേരളത്തിന്റെ ദൗത്യസംഘത്തെ കർണാടക വനം വകുപ്പ് തടഞ്ഞു. ആന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 വയനാട്. ഇവനുണ്ടല്ലോ ഈ ബേലൂർ മഖന, വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലി. ഇത് കേരളത്തിന് മാത്രമല്ല കർണാടകയുടെയും പേടിസ്വപ്നമാണ്. കർണാടകയിലെ ബൈരക്കുപ്പ, മച്ചൂർ പ്രദേശങ്ങളിലെ ജനങ്ങളാണ് മോഴയാനെ പേടിച്ചു കഴിയുന്നത്. കഴിഞ്ഞ ദിവസം
ജനവാസ മേഖലയുടെ അടുത്ത ഭാഗങ്ങളിൽ ആനയെ കണ്ടു. കർണാടക വനം വകുപ്പും ആനയെ തുരത്താൻ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് ആരോപണം. ലിജിഷേട്ടാ, നമ്മളിപ്പോൾ വന്നിട്ടേ 10 ദിവസം കഴിഞ്ഞു. ഈ ബേലൂർ മഗ്ന കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും ഭീതി വിതയ്ക്കുന്നുണ്ട്. അവരുടെ ആദ്യം കൂടി നമുക്കൊന്ന് കാണണ്ടേ? ഈ കബനി കഴിഞ്ഞ കർണാടക എന്നാ പറയുന്നത്. പോയി നോക്കിയാലോ? അപ്പൊ പെരിക്കല്ലൂർ തോണിക്കടവ് എന്നാ തോണി കാരണം. ചേട്ടാ അപ്പുറത്തല്ലല്ലോ അല്ലേ? അപ്പുറത്താണുള്ളത്. അതിന് മൈക്കോടി വെക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ടോ? മയക്കുവെടി വെക്കുന്നതാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്ന് പോയി നോക്കട്ടെ. അവരുടെ പോയി ലൊക്കേഷൻ കാണാന്. അതെ, നോക്കട്ടെ. ശരി. കബനി പുഴ കടന്നപ്പോൾ ബൈരക്കൂപ്പ. ഇവിടെ നല്ല ശല്യമായിരിക്കും ആനയെക്കൊണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. 4-5 മണിയപ്പത്ത് കയറി 6 മണിയപ്പത്ത് ഇങ്ങോട്ട് കയറുന്ന പറഞ്ഞത്. ഫോറസ്റ്റുകാരും പോലീസൊക്കെ ഉണ്ടായിരുന്നല്ലേ ഫുൾ ടൈമും. ഇവിടെ അക്കരെയും കേരളത്തിലും കർണാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ചായ ഉണ്ടോ? എന്നാ ഒരു ചായ ഒരു കട്ടനും. കർണാടകയാണോ കേരളമാണോ? ഞാൻ കർണാടക ജനിച്ച വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. എങ്ങനെ ആനശല്യം ഉണ്ടോ? ആനശല്യം ഉണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ആനകൾ അങ്ങനെ അപകടകാരികളൊന്നുമില്ല. പിന്നെ വരും ആന രാത്രിയൊക്കെ ഇതിലൊക്കെ. ബേലൂർ മഗ്ന കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ എത്തിയെന്ന് പറയുന്നു. എത്തിയെന്ന് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇവിടെ പറഞ്ഞു മച്ചൂരിൽ അങ്ങോട്ടൊക്കെ അക്കരൊക്കെ കടന്നു എന്ന് പറഞ്ഞു. ചേട്ടാ നിങ്ങൾ ആന ഇവിടേക്ക് എത്തിന്ന് കൊണ്ട് വന്നാ? ഇവിടെ ആനയുണ്ടോ? ಆನೆದು ಭಾರಿ ಶಲ್ಯ ಇಲ್ಲಿ. ಈ ಮುಲ್ಲಂಗೊಲ್ಲಿ ಪಂಚಾಯತಿ ತಿರುನಳ್ಳಿ ಪಂಚಾಯತಿ ವ್ಯಾಪ್ತಿಗೆ ಸಂಬಂಧಪಟ್ಟ ಫುಲ್ಲು ಫಾರೆಸ್ಟ್ ಆಗಿರೋದ್ರಿಂದ GPS ಅಳವಡಿಸೋದಕ್ಕೆ ಆನೆಗಿಲ್ಲ. ಅದೇ ಬಾವಲಿಂದ ದಾಟದೆ. ಬಾವಲಿ ದಾಟ್ಬಿಟ್ಟು ಈಗ ಕೇರಳಕ್ಕೆ ಹೋಗಿತ್ತು ಅಂತ ಹೇಳಿದರು. ಕೇರಳದಿಂದ ಪುನಃ ಕರ್ನಾಟಕ ಬಂದಂಥ ಜನ ಈಗ ಪಬ್ಲಿಕರ್ಸ್ ಹೇಳ್ತಾರೆ. ನಾನು ನೋಡಿಲ್ಲ. ಆನೆದಂತಂದರೆ ಸುಮಾರು ಐತೆ. ಏನಕ್ಕಂತಂದರೆ ಇವಾಗ ಒಂದು 6 ಗಂಟೆ 7 ಗಂಟೆ ಆದಾಗೆಲ್ಲ ಆನೆ ಇಳಿಯೋ ಜಾಗನೇ. ಅದರಿಂದ ಯಾಕಂತಂದರೆ ಮೇಲ್ಗಡೆ ಕಾಡು ಇರೋದ್ರಿಂದ ಆನೆ ಬರ್ತಾನೆ ಇದೆ. ಅದಲ್ಲದೆ ಆನೆ ಮಾಡೋದ ಹತ್ರನೇ 2 ಹುಲಿಯನ್ನೇ ಕಂಡ್ವಿ. ചേച്ചി, ഞങ്ങൾ ഈ ബേലൂർ മഗ്നയെ കുറിച്ച് അറിയാൻ വന്നാ. നിങ്ങൾ ഇവിടെ തന്നെയാണോ? കർണാടകയിലാണോ? എത്ര കാലം ഇവിടെ താമസം? ഞങ്ങൾ അച്ഛനും അമ്മയും വലിയ അച്ഛനും ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ തന്നെ. ഇവിടെ ഈ ആന വരുന്നുണ്ടോ? പണ്ടൊക്കെ ആന ഇല്ല, ഇപ്പാണ് ഞങ്ങൾക്ക് ശല്യങ്ങൾ. അതുവരെ ഗാർഡുമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞില്ല ആന വന്നു. എനിക്ക് പുറകിൽ കാണുന്നതാണ് കർണാടകത്തിലെ നാഗർഹോള വനമേഖല. ഞാനിപ്പോൾ നിൽക്കുന്ന ബൈരക്കൂപ്പയിൽ നിന്ന് തൽക്കാലത്തേക്ക് മടങ്ങുകയാണ്. ലിജീഷിനും പ്രജിൽ സുരേഷിനുമൊപ്പം അരുൺ പാറക്കൽ, 24 വയനാട്. മനുഷ്യന്റെ ആധികൾ, മനുഷ്യന്റെ വേദനകളൊക്കെ അതിർത്തി ഭേദമില്ലാതെ എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന വാർത്ത ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ബേലൂർ മഗ്ന ഇവിടെ മാത്രമല്ല, അവിടെയും പ്രശ്നക്കാരനാണ്. കാലടിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. അതിരപ്പള്ളി എസ്റ്റേറ്റ് ബ്ലോക്ക് 16-ലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇടുക്കി BL റാമിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ മുറിവാലൻ എന്ന കാട്ടാന കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 6:45ഓടെയാണ് കാലടി അതിരപ്പള്ളി പ്ലാന്റേഷനിലെ തൊഴിലാളികൾക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടായത്. PV ബിജു എന്നയാൾക്കാണ് പരിക്കേറ്റത്. 2 വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്. 9 ആനകളടങ്ങുന്ന കൂട്ടം തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോഴും സംഭവസ്ഥലത്ത് ആനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട്. ഇടുക്കി BL റാമിൽ കഴിഞ്ഞ 1 മാസമായി മുറിവാലൻ എന്ന കാട്ടാനയാണ് സ്ഥിരം ശല്യമുണ്ടാക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. വനം വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. 24 ഇടുക്കി. മധുചേട്ടൻ പറയുകയാണ്, കാട്ടിലും നാട്ടിലുമുള്ള സകല ജീവജാലങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. ഞാൻ എല്ലാം നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത് ദൈവം നോഹയോട് അരുളി ചെയ്തു. ഈ വാർത്തയിലെ സങ്കടമൊക്കെ ഉണ്ട്. ചേട്ടൻ കുറച്ച് ആത്മീയതയാതെന്ന് തോന്നുന്നു. എന്നാൽ ചേട്ടൻ നല്ല ഒരു കുഴപ്പമില്ല. ഷിനിൽ വർഗീസ് പറയുന്നു, വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസിന് പറ്റുമെങ്കിൽ തടഞ്ഞാൽ പോരെ, എന്തിനാ സമരം ചെയ്യുന്നത്? അതെന്നാ വർത്തമാനമാണ്. അങ്ങനെ തടയാൻ പറ്റുമോ? അത് ചെയ്യേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളല്ലേ. അപ്പോൾ അതിൽ സമരം ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷ ദൗത്യമാണല്ലോ. അരുൺ പാറക്കൽ ആനയെ തേടി രാവിലെയും കണ്ടു. അരുൺ പാറക്കൽ നമ്മുടെ മക്കനയ്ക്ക് പിന്നാലെ അങ്ങ് പോവുകയാണ്. അപ്പോൾ മക്കനെ വെടിവെച്ചിട്ടേ അരുൺ പാറക്കൽ തിരിച്ചു ഉള്ളൂ എന്നുള്ളതാണ് നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
സനൂപ് സൂര്യശ്രീ പേടിഎമ്മിൻ്റെ ഇഷ്യൂ എന്താ എന്ന് പറഞ്ഞില്ല ഹാഷ്മി. എന്താണ് അപ്ഡേറ്റ്? എൻ്റെ ഫാസ്ടാഗ് പേടിഎമ്മിൻ്റെ ആണ്, ഇനി അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഷുഡ് ഐ മൂവ് ടു എനി അതർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സൂര്യശ്രീയോട് ചോദിച്ചു. സൂര്യശ്രീ പറഞ്ഞത് റെഗുലേറ്ററി നടപടികൾ തുടരുകയാണ്, ഫാസ്ടാഗിൽ പേടിഎം ഇനി ഉണ്ടാകില്ല എന്നൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്ഥിരീകരണമാവട്ടെ, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേറെ ഓപ്ഷൻ വേണമെന്ന് ആലോചിക്കാം. രാജസ്ഥാനിലെ അജ്മീറിൽ പ്രതികളെ പിടികൂടാൻ പോയ കേരള പോലീസിന് നേരെ വെടിവെപ്പ്. ആലുവ ഇരട്ടക്കവർച്ച പ്രതികളെ പിടികൂടുന്നതിനിടെയാണ് ആക്രമണം. 2 ഉത്തരാഖണ്ഡ് സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്ത് ദിവസം മുൻപ് ആലുവയിൽ ഇരട്ടക്കവർച്ച നടത്തിയ സംഘത്തെ പിടികൂടാനാണ് കേരള പോലീസ് അജ്മീറിലെത്തിയത്. പ്രതികളെ അജ്മീർ ദർഗയ്ക്ക് സമീപം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ ഇവർ വെടിയുതിർത്തു. വെടിവെപ്പിൽ കേരള പോലീസിനെ അനുഗമിച്ച രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പിടികൂടുമ്പോൾ ഇരുവരുടെയും കൈവശം നിറത്തോക്കുണ്ടായിരുന്നു. ഇവരെ നാളെ കൊച്ചിയിലെത്തിക്കും. പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ആലുവ കുട്ടമശ്ശേരി മുഹമ്മദ് അലിയുടെ വീട്ടിലും SP ഓഫീസിന് സമീപം മൂഴയിൽ ബാബുവിന്റെ വീട്ടിലും കവർച്ച നടന്നത്. വീട്ടുകാരില്ലാത്ത സമയത്ത് കതക് തകർത്തായിരുന്നു മോഷണം. പ്രതികളുടെ ദൃശ്യങ്ങൾ അന്ന് CCTVയിൽ പതിഞ്ഞിരുന്നു. മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്ന് 18 പവൻ സ്വർണവും 12,500 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. ബാബുവിന്റെ വീട് കുത്തിത്തുറന്ന് 20 പവൻ സ്വർണവും 20,000 രൂപയുമാണ് കവർന്നത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കൊച്ചി ഇടശ്ശേരി ബാറിലെ വെടിവെപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 1-ാം പ്രതി വിനീതിനെ പറവൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതോടെ കേസിലെ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായി. നാടിന് നടുക്കിയ ബാർ വെടിവെപ്പിന് ശേഷം ഒളിവിൽ പോയ മുഖ്യപ്രതിയെ 10 ദിവസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയത്. 3 സംഘങ്ങളായി തെരഞ്ഞായിരുന്നു വിനീതിനായ അന്വേഷണം. ഒടുവിൽ പറവൂരിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ പോലീസ് പിടികൂടി. ഇടശ്ശേരി ബാറിലെ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തത് വിനീതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്ക് തോക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന അന്വേഷണത്തിലാണ് പോലീസ്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ബായ് നസീറിന്റെ സംഘത്തിൽപ്പെട്ട ആളാണ് വിനീതെന്നും സൂചനയുണ്ട്. FIR-ൽ പ്രതി ചേർക്കപ്പെട്ട 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിനീത് ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടാൻ സഹായിച്ച 6 പേരും റിമാൻഡിലാണ്. 24, കൊച്ചി. മോഹൻ എം ചോദിക്കുകയാണ്, ഹാഷ്മി, വന്യജീവികൾ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത് പരിശോധിക്കപ്പെടണം. വെള്ളം കിട്ടാത്തതുകൊണ്ടാണോ അതോ മനുഷ്യർ കാട്ടിനുള്ളിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് വിശദമായ പഠനം, അക്കാദമികമായ പഠനങ്ങൾ തന്നെ വേണം. ഈ പറഞ്ഞ കാട്ടാനയും കാട്ടുപോത്തും വന്യജീവികളൊക്കെ ക്രമാതീതമായി വല്ലാതെ കൂടി, അവരുടെ എണ്ണം പോയ വർഷങ്ങളിൽ നിന്ന് വല്ലാതെ കൂടി എന്ന കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം, എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം, അടിയന്തരമായി നടപ്പാക്കപ്പെടുകയും വേണം. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 1 മണി കഴിഞ്ഞ് 49:35 ഇതാ ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചായിരുന്നു. അയ്യോ, അത് കാണുന്നില്ല. ബാബു എത്ര കേരളത്തിൻ്റെ പോലീസ് ഫോഴ്സിനെ കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞുകൂടെ ഹാഷ്മി? നല്ല കാര്യം പോലീസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കാര്യമെന്ന് തന്നെ പറയാൻ ഒരു മടിയും കാണിക്കാത്തതാണ്. നേരത്തെ അജ്മീർ പോയി വെടിവെപ്പുണ്ടായ സംഭവത്തിലാണെന്ന് തോന്നുന്നു ബാബുവിൻ്റെ ചോദ്യം. ഉറപ്പായും ആ ധീരത അംഗീകരിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല 2 പ്രതികളെ അവിടെ പിടികൂടുകയും ചെയ്തല്ലോ ഈ പറയുന്ന ദുർഘട സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട്. അഭിനന്ദനങ്ങൾ കേരള പോലീസ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 11-കാരൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ മണിക്കൂറുകളോളം വൈകിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതിയും നൽകി. എന്തിനാ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനം നടത്തിന്? ഗവൺമെന്റ് മക്കളെ കൊല്ലാനും നാട്ടുകാരെ കൊല്ലാനുമാണ് ഇങ്ങനത്തെ സ്ഥാപനമൊക്കെ ഗവൺമെന്റ് നടത്തിന്. ഗവൺമെന്റ് ആസ്പത്രി പറഞ്ഞാല് രോഗികൾക്ക് പരിചരണം കിട്ടാനാണ്. ഒരു സജ്ജീകരണം ഇല്ലാത്ത അവിടേക്ക് എന്തിനെ കുട്ടിനെ മോൾക്ക് അത് സീരിയസ് ആയ എന്റെ കുട്ടിനെ കൊണ്ടുപോയി. വെള്ളിയാഴ്ച വൈകിട്ട് 4:15 കൊണ്ടോട്ടി മുണ്ടക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ ആമിനാബിയുടെ മകൻ മുഹമ്മദ് ഷമാസിന് പരിക്കേറ്റത്. ഉടൻ തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. മെഡിക്കൽ കോളേജിലെ മാതൃശിശു കേന്ദ്രത്തിലെത്തിച്ച കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ വൈകിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഞാൻ ഓലെ കാല് പിടിച്ച് വേറെ കൊണ്ടുപോകണം. അപ്പൊ തലന്റെ ഡോക്ടർ ഏതോ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ വന്നാരെ അപ്പോതിന്റെ കുട്ടിന്റെ ഏകദേശം കഴിഞ്ഞിക്കണ്. വന്നിക്കാണ്ട് പരിശോധിച്ച് ഇവിടെ ഓട്ടാക്കിക്കാണ്ട് ബ്ലഡ് ഇതാക്കി എക്സ്റേ എടുത്ത് അന്നേരം അപ്പോത്തിനോൾക്ക് പാച്ചിലായി. അപ്പോൾ തുടങ്ങി എൻ്റെ കുട്ടി പോകാനായിരുന്നു. അന്നേരം പാച്ചിൽ തുടങ്ങി എൻ്റെ കുട്ടീനെ നോക്കാനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓലോട് ചോദിച്ചു, നിങ്ങൾ ഞാൻ എന്തിനാ പായണേ?
മരിക്കാനായ എത്ര സമയം പോലെ കൺവട്ടത്തിന്റെ കുട്ടി ഉണ്ടായിട്ട് ഒരു കാട്ടി. വാരിയലിലൊടിഞ്ഞതും ശ്വാസകോശത്തിനേറ്റ ഗുരുതര പരിക്കും കണ്ടെത്തിയത് ഏറെ വൈകിയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. വിദഗ്ധ ചികിത്സ ലഭിക്കാൻ 4 മണിക്കൂറോളം വൈകിയെന്നും ഇതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. പരുക്ക് ഗുരുതരമായിരുന്നുവെന്നും ചികിത്സ നൽകിയിട്ടുണ്ടെന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. 24 മലപ്പുറം. വലിയ വേദനയാണ്, സങ്കടമാണ്. അത്തരത്തിൽ ചികിത്സാപ്പിഴവ് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ചികിത്സ കിട്ടാൻ വൈകിയിട്ടുണ്ടോ, ഒരു ബാലൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയുമാണ്. ആലപ്പുഴ കാട്ടൂരിൽ 13 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നേരിട്ട് ഹാജരാൻ ആവശ്യപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ സ്കൂൾ അധികൃതർക്ക് നോട്ടീസ് നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിൽ വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. കമ്മിറ്റി അംഗങ്ങൾ കുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ഒരാഴ്ച മുൻപാണ് കാട്ടൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് ആത്മഹത്യ ചെയ്തത്. സ്കൂളിൽ അധ്യാപകൻ കുട്ടിയോട് മോശമായി പെരുമാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അന്വേഷണം. ഷാവലം ചോദിക്കുകയാണ്, കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാത്ത ആശുപത്രി എന്തിനു വേണ്ടി തുറന്നു വെക്കണം, ആശുപത്രി എന്നുള്ള ബോർഡും വെച്ച് എന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായും അതിൽ ഉള്ള വൈകാരിക പ്രതികരണം ഉറപ്പാണ്. വേറെ പ്രേക്ഷകർ പറയും, നിറനോക്കിന് മുന്നിൽ എത്ര സാഹസികമായാണ് കേരള പോലീസ് പ്രതികളെ പിടിച്ചത്. എല്ലാ കമന്റുകളും വായിക്കുന്ന നിങ്ങൾ ഒരു നല്ല വാക്ക് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, വലിയ മനം സമ്മതിക്കണം. സുൽഫിക്കർ ഉമർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ആ കമന്റ് വായിക്കുകയും ചെയ്തു, നല്ല വാക്ക് പറയുകയും ചെയ്തു. പാലക്കാട് മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബുവിന്റെ മാതാവും സഹോദരനും തീവണ്ടി തട്ടി മരിച്ച നിലയിൽ. മാതാവ് റഷീദ, ഇളയ സഹോദരൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ബാബുവിന്റെ പെരുമാറ്റങ്ങൾ ഇരുവരിലും വലിയ മനോവിഷമം ഉണ്ടാക്കിയിരുന്നതായി റഷീദയുടെ സഹോദരൻ പറഞ്ഞു. ഇനിയിപ്പോൾ അവനെ ഒന്ന് എടുത്തു കിട്ടിയാൽ അതാണിപ്പോൾ ഏറ്റവും വലിയ കാര്യം ചെയ്യേണ്ടത്. അതാണ് പ്രാർത്ഥന. കൂർമ്പാച്ചി മലയിടുക്കിൽ ബാബു അകപ്പെട്ട 45 മണിക്കൂർ മലയാളികൾ നിസ്സഹായതയോടെ ഓർത്തത് ജലപാനമില്ലാതെ പൊരിവെയിലത്ത് കാത്തിരുന്ന ആ മാതാവിനെ കുറിച്ചായിരുന്നു. ഓരോ വിവരങ്ങൾ കേൾക്കുമ്പോഴും മലമുകളിലേക്ക് പ്രതീക്ഷകളോടെ കണ്ണോടിച്ച ആ മാതാവിനെ മലയാളി മറക്കാനിടയില്ല. പക്ഷേ അത്ര സുഖകരമായിരുന്നില്ല തുടർന്നുള്ള ജീവിതം. ലഹരിക്കടിമപ്പെട്ട് ബാബു കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളിൽ പലപ്പോഴും ഉത്തരം പറയേണ്ടി വന്നത് ഈ മാതാവും സഹോദരനും. ഇന്നലെ രാത്രി 11 മണിയോടെ കടുക്കാംകുന്ന് പാലത്തിന് സമീപത്ത് വെച്ച് തിരുവനന്തപുരം ചെന്നൈ മെയിലിന് മുന്നിലേക്ക് റഷീദയും ഇളയ സഹോദരൻ ഷാജിയും ചാടുകയായിരുന്നു. കുടുംബവുമായി നിരന്തരം ബാബു കലഹങ്ങളിൽ ഏർപ്പെട്ടിരുന്നെന്നും ഇന്നലെയും തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും റഷീദയുടെ സഹോദരൻ പറയുന്നു. ഇവർക്ക് മാനസിക പ്രയാസങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഈ ബാബുവിൻ്റെ ആ മല കയറിയതിന് ശേഷമുള്ള കുറേ പ്രശ്നങ്ങൾ, ഈ ഇടയ്ക്ക് നിങ്ങൾ തന്നെ കണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ഉമ്മയും മകനൊക്കെ താഴെയുള്ള ഷാജിയും മാനസികപരമായിട്ട് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അത് നടന്നിട്ടുണ്ട്. ആശുപത്രി പരിസരത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളില്ലാതെയാണ് ബാബുവിനെ കാണപ്പെട്ടത്. ആശുപത്രി പരിസരത്തിലൂടെ കടന്നുപോയ ബാബു ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് കയർത്തു. 2022 ഫെബ്രുവരിയിലായിരുന്നു കൂട്ടുകാർക്കൊപ്പം ചെറാട് കുറുമ്പാച്ചി മലയിലെത്തിയ ബാബു മലയിടുക്കുകളിൽ അകപ്പെട്ടത്. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതിനാൽ ബാബു തന്നെയാണ് താൻ കുടുങ്ങിയ വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. 45 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ അന്ന് രക്ഷപ്പെടുത്തിയത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ജീവൻ മടക്കി കിട്ടിയെങ്കിലും പിന്നീട് ബാബു പൂർണ്ണമായി ലഹരിക്കടിമപ്പെടുകയായിരുന്നു. 24 പാലക്കാട്. വേറെ സങ്കടകരമായ വാർത്തയാണ്. കുറുമ്പാച്ചിമലയിൽ നിന്ന് ബാബു രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷേ ബാബു കൂടുതൽ മോശം വഴികളിലേക്ക് പോയി. അത് വലിയ മനോവിഷമം ഉണ്ടാക്കി. അതിലപ്പുറം എന്തെങ്കിലും കാരണമുണ്ടോ എന്നത് അന്വേഷണത്തിൽ വ്യക്തമായി വരട്ടെ. കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് VC ഗവർണർ കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും സെനറ്റ് യോഗം റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഗവർണർ തീരുമാനമെടുക്കുക. MG പ്രതീഷാണ് വിവരങ്ങൾ വെച്ചത്. പ്രതീഷ്, വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വിധേയമായേക്കാവുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന തീരുമാനവുമാണത്. പ്രതീഷ്. തീർച്ചയായും ഹാഷ്മി, കാരണം കഴിഞ്ഞയാഴ്ച കേരള സർവകലാശാലയിൽ ചേർന്ന സെനറ്റ് യോഗം സംഘർഷഭരിതമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VCയും പരസ്പരം കൊമ്പുകോർക്കുന്ന സാഹചര്യം പോലും സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ഈ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിലെ തർക്കമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ VC ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ട് എന്നതാണ്. കാരണം വൈസ് ചാൻസലർ എന്ന
നിലയിൽ മന്ത്രി അധ്യക്ഷ പദം അലങ്കരിച്ചു. പക്ഷേ ഇത് ചട്ടവിരുദ്ധം എന്നതാണ് പ്രധാനമായും VC-യുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ചട്ടലംഘനങ്ങൾ അടക്കം VC ഗവർണർക്ക് റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം UDF പ്രതിനിധികളും ഗവർണറുടെ നോമിനികളും നൽകിയ ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ ലിസ്റ്റും ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഗവർണറുടെ നടപടി അല്ലെങ്കിൽ എന്ത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം ഗവർണർക്ക് വേണമെങ്കിൽ ഈ സെനറ്റ് യോഗം റദ്ദാക്കാൻ കഴിയും. അങ്ങനെ റദ്ദാക്കിയാൽ ഈ സർവകലാശാല സെനറ്റ് അംഗങ്ങൾ പിന്നീട് കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ വേണ്ട എന്നുള്ളൊരു പ്രമേയമാണ് അന്ന് ഇടത് അനുഭാവമുള്ള അംഗങ്ങളടക്കം അന്ന് സെനറ്റ് യോഗത്തിൽ പ്രമേയം പാസ്സാക്കിയത്. മന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയത്. പക്ഷേ അതിന് യാതൊരു തരത്തിലും അത് അജണ്ടയിൽ ഉണ്ടായിരുന്ന തീരുമാനമല്ല എന്നുള്ളൊരു പരാമർശം കൂടി VC ഗവർണർക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഗവർണർ നടപടി സ്വീകരിക്കുക. നേരത്തെ തന്നെ ഈ സർവകലാശാല ഈ യോഗത്തിന്റെ മിനിറ്റ്സ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം ഗവർണർക്ക് കൈമാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VC തന്നെ നേരിട്ടെത്തി അന്ന് നടന്ന സെനറ്റ് യോഗത്തിലെ വിശദാംശങ്ങൾ ഗവർണർക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി. യെസ്, MG പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പോർട്ടല്ല, അത് തുടർ ചർച്ചകളിലേക്ക് നയിക്കാവുന്ന ഒരു തീരുമാനമാണ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്നത്. അത് കാത്തിരുന്ന് കാണാം. നേരത്തെ പറഞ്ഞു കൊടും ചൂടാണ്, ഇവിടെ കൊട പിടിച്ചു കഴിഞ്ഞാൽ കൊട കത്തിപ്പോവും എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. ആശ സിംഗപ്പൂരിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, കൊടുംചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അതല്ലേ അപ്പോ ട്രെൻഡ്? ഹാഷ്മി, തീർച്ചയായും 7 അല്ല 8 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് ഇന്നും നാളെയും അങ്ങനെ തന്നെ ചൂട് കൂടി തുടരും ഈ 8 ജില്ലകളിലും. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും ഈ ജില്ലകളിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിലൊന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂടിങ്ങനെ കൂടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സൂര്യാഘാതം, അതുപോലെ സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണം വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണം. മാത്രമല്ല, ഈ മാർക്കറ്റിനോട് ചേർന്ന സേവാ കേന്ദ്രങ്ങളിലൊക്കെ തീപിടുത്തത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ആ മേഖലയിൽ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. മറ്റൊന്ന്, ഈ നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം, പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം തുടങ്ങി നിരവധിയായ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം പാലിക്കണം. അടുത്ത ദിവസങ്ങളും സംസ്ഥാനത്ത് സമാനമായി തന്നെ ചൂട് കൂടി തന്നെ നിൽക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഹാഷ്മി, അപ്പോൾ കട്ട ചൂടിലെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഉച്ചയ്ക്ക് നേരത്തെ തന്നെ മുൻകരുതലുണ്ട്. 12 മണി മുതൽ 3 മണി വരെ പുറം ജോലി എടുക്കുന്നവർ, അവർക്ക് ഇളവ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നതാണ്. ഈ പുറം ജോലി എടുക്കാത്തവരാണെങ്കിലും ആ സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. പുറത്തേക്ക് പരമാവധി ഇറങ്ങാതിരിക്കാൻ കഴിയുമെങ്കിൽ വീടിനകത്ത് തന്നെ ഇരിക്കുക, പരമാവധി വെള്ളം കുടിക്കുക. പോലെയുള്ള സൂര്യാതപം ഇതുവരെ അങ്ങനെ കാര്യമാക്കി ഇട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഒക്കെയാണ് പോക്കെങ്കിൽ അതിൻ്റെ വാർത്തകളും വരാൻ ഇരിക്കുന്നു. അപ്പോൾ സൂക്ഷിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഷാന് പറയുകയാണ്, ബാബുവിനെ എല്ലാവരും കൂടി അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകളായിരുന്നല്ലോ, അവൻ കാരണമാണ് ഉമ്മയും അനിയനും ജീവനൊടുക്കിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. സങ്കടമാണ്. ധന്യ പറയുന്നു, ലഹരി മരുന്നുകൾ യുവത്വത്തെ തകർക്കുന്നു, ബോധവൽക്കരണ പരിപാടികൾ പരാജയമാണ്, മറ്റ് പ്രതിവിധികൾ കാണണം എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം എത്രത്തോളം എഫക്റ്റീവ് ആകുന്നു എന്നുള്ളത് നേരത്തെയും ചർച്ചയായതാണ്. ഇതിൽ ഇതിപ്പോൾ വളരെ ഗ്രൗണ്ടിൽ തന്നെ ലഹരി മരുന്ന് കാര്യക്ഷമമായി എത്തുന്നതിൻ്റെ കണക്കുകൾ ഈ വർഷങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ കോവിഡിന് ശേഷം വല്ലാതെ പുറത്തേക്ക് വരുന്നുണ്ട്. ബോധവൽക്കരണം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ലഹരി മരുന്നുകൾ താഴെത്തട്ടിലേക്ക് എത്തുന്ന ആ സോഴ്സ് അടക്കലല്ലേ വേണ്ടത്? അതിനുവേണ്ടി ലോ എൻഫോഴ്സ്മെൻറ്റ് എത്രത്തോളം ഘടിപ്പിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ബോധവൽക്കരണം വേണ്ട എന്നല്ല, അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വൈദ്യുത ബില്ല് കുടിശ്ശികയായതിനെ തുടർന്ന് പത്തനംതിട്ടയിൽ വനംവകുപ്പ് ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB. റാന്നി DFO ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചത്. ശ്രീകുമാർ വിവരങ്ങൾ. ശ്രീത്ത്, KSEBക്ക് മൊത്തത്തിലൊരു ഫ്യൂസ് ഊരൽ മൂടാണ് ഇപ്പോൾ.
തീർച്ചയായും KSBക്ക് ഫ്യൂസ്യൂറൽ മോഡൽ എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഹാഷ്മി DF ഓഫീസിലെ മാത്രം റാന്നി DF ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ RRTയും അതുപോലെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ടീമൊക്കെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന മേഖലയാണ്, അവരുടെ ഓഫീസാണ്, അത് കാര്യാലയമാണ്. ആ മേഖലയിൽ ഏതാണ്ട് DF ഓഫീസ് മാത്രം 15,000, അതുകൂടാതെ RRT ഓഫീസിന് 6,500, അങ്ങനെ ഏതാണ്ട് ഒരു 30,000-ഓളം രൂപ ഇപ്പോൾ തന്നെ കുടിശ്ശികയാണ് എന്നാണ് KSB പറയുന്നത്. തങ്ങൾക്ക് ഈ വേനൽക്കാലത്ത് ഇത്ര കണ്ട് കുടിശ്ശിക സഹിക്കാൻ കഴിയില്ല. കാരണം വൈദ്യുതി അടക്കം പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. സ്വാഭാവികമായി തങ്ങൾക്ക് ഒരുപാട് ചെലവുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ഫ്യൂസ് ഊരാതെ മറ്റു മാർഗങ്ങളില്ല, എങ്ങനെയെങ്കിലും അടച്ചുകൊള്ളുക എന്നാണ് വനം വകുപ്പിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഫ്യൂസ് ഊരി കൊണ്ടുപോയിട്ടുള്ളത്. അല്പസമയം മുൻപ് ഈ വനം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന വൈദ്യുതി മന്ത്രിയും തമ്മിൽ സംസാരിച്ചെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഫ്യൂസ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു 10,000 രൂപയെങ്കിലും അടയ്ക്കണം, എങ്കിൽ ഫ്യൂസ് കെട്ടിക്കൊടുക്കാം എന്ന തരത്തിൽ വനം വകുപ്പിനോട് വൈദ്യുതി വകുപ്പ് KSB അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അതിനുള്ള നടപടിയൊന്നും ആയിട്ടില്ല. എന്തായാലും ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്, കടുത്ത ചൂടാണ്. ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെ ഫ്യൂസുകൾ മാത്രമല്ല, അവിടെ പത്തനംതിട്ടയിലും സമാനമായി സംഭവിക്കുന്നുണ്ട്. കട്ടക്കലിപ്പിലാണ് KSB എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പക്ഷേ അത്യാവശ്യം കുടിശ്ശിക ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പര്യാവർത്തി മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമൊക്കെ ഫ്യൂസുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് KSB പറയുന്നത്. എല്ലാം സർക്കാർ സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ നടത്തി ജോലിക്ക് മുടക്കമില്ലാതെ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതല്ലേ പറ്റൂ. മഞ്ജു പറയുന്നു, ശരിക്കും ചൂട് കാരണം രാത്രി പോലും വീട്ടിൽ കയറാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് പരീക്ഷയാണ്, സ്കൂളുകളിൽ കൂടി ശ്രദ്ധ വേണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു സ്കൂളുകളും കുട്ടികളെ അധികം വെയിലൊന്നും കൊള്ളിക്കാതെ കുട്ടികളെ നോക്കുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷ. കണ്ണം BP പറയുകയാണ്, ഹാഷ്മി താങ്കളുടെ സൗണ്ട് ഭയങ്കര ബാസാണ്, ക്ലിയറായി കേൾക്കാൻ ഞാൻ ട്യൂട്ടർ വാങ്ങിച്ചു വെച്ചു, എന്നിട്ടും ശരിയാവുന്നില്ല, എരുമയുടെ സൗണ്ടെന്ന്. കണ്ണാ. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10 മണിക്ക് ഡൽഹിയിലെ പാഴ്സി അരങ്കഡിലാണ് സംസ്കാര ചടങ്ങുകൾ. നീതിന്യായ രംഗത്തെ അധികായനായ ഫാലിയസ് നരിമാനെ രാജ്യം പത്മ ബഹുമതികൾ നൽകി ആദരിച്ചിരുന്നു. രാജ്യത്തിന്റെ നിയമ പോരാട്ട ചരിത്രത്തിൽ സുപ്രധാന സാന്നിധ്യമാണ് നരിമാൻ. ഭരണഘടനാ കേസുകളിൽ സുപ്രധാന പങ്കുണ്ടായിരുന്ന ഫാലിയസ് നരിമാൻ കേരള സർക്കാരിന് ഉൾപ്പെടെ നിർണായക നിയമോപദേശങ്ങൾ നൽകിയ ഭരണഘടനാ വിദഗ്ധനാണ് ഓർമ്മയാവുന്നത്. പൗരസ്വാതന്ത്ര്യത്തിന്റെ ശക്തനായ വക്താവും നീതിന്യായ വ്യവസ്ഥയിലെ വിമർശനാത്മകവും ആധികാരികവുമായ ശബ്ദവുമായിരുന്നു ഫാലിയസ് നരിമാൻ. 7 പതിറ്റാണ്ട് നീളുന്ന അഭിഭാഷക ജീവിതം, ഭരണഘടനാ സംബന്ധിയായ കേസുകളിലെ നിർണായകമായ വിധികൾ, വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിന് നിയമോപദേശം നൽകിയത് ഫാലിയസ് നരിമാനാണ്. കിഫ്ബി, മസാല ബോണ്ട് കേസുകൾ, ലോകായുക്ത ബിൽ, സർവകലാശാല ഭേദഗതി ബിൽ എന്നിവ ഗവർണർ വൈകിപ്പിച്ചപ്പോഴും കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത് നരിമാന്റെ നിയമോപദേശത്തെ തുടർന്നാണ്. 1929 ജനുവരി 10 റങ്കൂണിൽ സാംബരിയാൻജി നരിമാൻ, ബാനു നരിമാൻ ദമ്പതികളുടെ മകനായി ജനിച്ച ഫാലി 1950 ബോംബെ ഹൈക്കോടതിയിലാണ് അഭിഭാഷക ജീവിതം ആരംഭിച്ചത്. 1971 മുതൽ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനായി. 72-75 കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്ന ഫാലി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പദവി രാജിവെച്ചൊഴിഞ്ഞു. 1999 മുതൽ 2005 വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു. ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്ന ആത്മകഥ ശ്രദ്ധേയമായി. ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട് തുടങ്ങിയ കൃതികളും രചിച്ചിട്ടുണ്ട്. രാജ്യം പത്മഭൂഷണം, പത്മവിഭൂഷണം നൽകി ആദരിച്ചു. സുപ്രീം കോടതിയിലെ മുൻ ന്യായാധിപനും മുതിർന്ന അഭിഭാഷകനുമായ റോഹിങ്ടൺ നരിമാനാണ് മകൻ. മകൾ അനഹീത സ്പീച്ച് തെറപ്പിസ്റ്റാണ്. ബാപ്സിയാണ് ഭാര്യ. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ വഴിയിലെ ഒരു വഴിവിളക്കായിരുന്നു ഫാലിയസ് നരിമാൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയുമാണ്. ഇന്ദുലേഖ ശിജേഷ് പറയുന്നു, KSB ഭയങ്കര ചൂടിലാണ് ഹാഷ്മി എന്ന് പറയുന്നു. ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, ഒരു സർക്കാർ വകുപ്പ് മറ്റൊരു വകുപ്പിന്റെ ഫ്യൂസ് വരുന്നു, കഷ്ടം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് വഴികളില്ലാതെ ഫ്യൂസ് വരുന്നതാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ കൂടിയും കുറച്ചൊക്കെ പൈസ ഒക്കെ അടച്ച് മൊത്തമായിട്ട് അടയ്ക്കാൻ കഴിയുന്നതിൽ കുറച്ചൊക്കെ പൈസ ഒക്കെ അടച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അത് പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കാം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ പോസ്റ്റർ വിവാദത്തിൽ SC/ST നേതാക്കൾക്കൊപ്പമാണ് ഉച്ചഭക്ഷണം എന്ന് കാണിച്ചുള്ള പോസ്റ്ററാണ് കടുത്ത വിമർശനത്തിനിടയായത്. കോഴിക്കോട് മണ്ഡലത്തിൽ പതിച്ച പോസ്റ്ററാണ് വിവാദത്തിൽപ്പെട്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പോസ്റ്ററിൽ ജാതീയാധിക്ഷേപം എന്നാണ് വിമർശനം. SC/ST നേതാക്കളോടൊപ്പമാണ് ഉച്ചഭക്ഷണം എന്ന പോസ്റ്ററാണ് വിവാദത്തിന് വഴിവെച്ചത്.
BJPയുടെ ഔദ്യോഗിക പേജുകളിലും പ്രാദേശിക നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലും ഉൾപ്പെടെ പോസ്റ്റർ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോസ്റ്ററിനെതിരെ കെ മുരളീധരൻ MP രംഗത്തെത്തി. ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇന്ന് ആളുകളോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ നോട്ടീസിൽ എഴുതുന്നത് ഒരു വളരെ മോശപ്പെട്ട ഏർപ്പാടാണ്. അങ്ങനെ ഒരു സംസ്കാരം ശരിയല്ല. BJP നിലപാട് പട്ടികജാതി വിഭാഗങ്ങളോടുള്ള അവഹേളനമാണെന്ന് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിയും കുറ്റപ്പെടുത്തി. ഇതുവരെ പട്ടികവർഗക്കാരെ പരിഗണിക്കാത്ത പാർട്ടിയാണ് BJP എന്നും വിഷയത്തിൽ സുരേന്ദ്രൻ മാപ്പ് പറയണമെന്നും ജനറൽ കൺവീനർ രാജൻ പുലിക്കോട് ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഇതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. സുരേന്ദ്രൻ ഇത്തരം പ്രസ്താവനകൾ പിൻവലിക്കുകയും ഈ പട്ടികജാതി സമുദായക്കാരോട് മാപ്പ് പറയുകയും ചെയ്യണമെന്നാണ് പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. സാമൂഹ്യ പ്രവർത്തക ധന്യരാമനും വിമർശനം ഉന്നയിച്ചു. ഭാഷാ പ്രയോഗത്തിലൂടെ തന്നെ സുരേന്ദ്രൻ അട്രോസിറ്റി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അയിത്തം കാണിച്ചിരിക്കുകയാണ്. അപ്പം അയാൾക്കെതിരെ കൃത്യമായിട്ട് അട്രോസിറ്റി നിയമപ്രകാരം കേസെടുക്കുകയാണ് വേണ്ടത്. സമൂഹ മാധ്യമങ്ങളിലും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ജാതിവെറിയാണ് ഇത്തരം പോസ്റ്ററുകളിലൂടെ പുറത്തുവരുന്നത് എന്നും വിമർശനം ഉയരുന്നുണ്ട്. 24 കോഴിക്കോട്. പോസ്റ്ററൊക്കെ തയ്യാറാക്കുന്നതെന്ന് ആലോചിച്ചാൽ നന്നാവും. അത്തരത്തിലുള്ള വെളിവുകേടെന്ന് തന്നെ പറയണം അതൊക്കെ എഴുതി വെക്കുന്നത്. ഉച്ചഭക്ഷണ പോസ്റ്റർ വിവാദത്തിൽ മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ക്രൈസ്തവ സഭാ നേതാക്കളോടൊപ്പവും ധീവരസഭാ നേതാക്കളോടൊപ്പവും താൻ പ്രാതൽ കഴിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ പോലെ പാറമട മുതലാളിമാരോടൊപ്പമല്ല ഭക്ഷണം കഴിച്ചത്. 13 പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ അഭിമാനമേ ഉള്ളൂ എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. 13 പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ് ഇന്നലെ കോഴിക്കോട്ട് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത്. അവരൊന്നും BJPക്കാരല്ല. ആ പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെ അല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ SC/ST നേതാക്കളോടൊപ്പം നാളെയും കഴിക്കും. രഞ്ജിൻ ഗോപിനാഥ് പറയുകയാണ്, ആഷ്മി പെൻഷൻ്റെ കാര്യം ഒന്ന് പറയൂ, മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 3 മാസത്തെങ്കിലും തരാൻ പറ സർക്കാരിനോട്. പറയാതിരിക്കുന്നതല്ല, നമ്മൾ ആവർത്തിച്ച് വാർത്തകൾ കൊടുക്കുന്നതാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് വസ്തുതയാണ്, സത്യമാണ്. പക്ഷേ എന്താണ് അതിലേക്ക് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇപ്പോൾ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാവട്ടെ എന്ന കാര്യം. ആ പൈസ ആവശ്യപ്പെടുന്നവർ ഏറ്റവും പണം ആവശ്യമുള്ള മനുഷ്യനാണല്ലോ. അതല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ആശ്രയിക്കുന്ന മനുഷ്യർ അവസ്ഥ അത്തരത്തിലുള്ള അവസ്ഥയായിരിക്കുമല്ലോ. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാനമൊരുങ്ങി. വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 25-നാണ് പൊങ്കാല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘവുമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ചുമതലയ്ക്കായി 2 ബാച്ചുകളിലായി 1000-ലധികം പോലീസുകാരെ നിയോഗിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം പോലീസ് കൺട്രോൾ റൂം ആരംഭിച്ചു. ഈ പൊങ്കാല മഹോത്സവവുമായി വിവിധ തലത്തിലുള്ള വിശദമായ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതുമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തുന്ന ഭക്തർക്കായി റെയിൽവേയും KSRTCയും പ്രത്യേക സർവീസുകൾ നടത്തും. 24 തിരുവനന്തപുരം. എന്ന് പറഞ്ഞാൽ കൊടുംചൂടിൻ്റെ സമയമാണ് കേട്ടോ. വലിയ ചൂടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 ദിവസങ്ങളിലും നല്ല നല്ല ചൂടിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും ചൂട്. അപ്പോൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ പ്രിയപ്പെട്ട ഭക്തർ എടുക്കുക. അപ്പോൾ ഉറപ്പായും കോർപ്പറേഷൻ അതിനുള്ള കുടിവെള്ളം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അതിൻ്റെ കൂടെ പൊങ്കാല ചൂട് കൂടിയാകുമ്പോഴേക്കും ഒരു മുൻകരുതൽ ഉറപ്പായും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. സമയം 2:15 ഇവിടെ ജിനീഷ് ജോൺ മാമ്പള്ളി പറയുന്നു. ഹാഷ്മി, താങ്കൾ സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് കണ്ടില്ലേ? മുഖ്യമന്ത്രിക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെ ബഹളമായിരുന്നു, ഇത് ധൂർത്തല്ല അല്ലേ എന്ന് പറയുന്നു. ഷാഹുൽ ഹമീദ് തൊട്ട് താഴെ അതിന് മറുപടി പറയുന്നു. സതീശൻ ഹെലികോപ്റ്റർ സഞ്ചരിച്ചത് പാർട്ടി ഫണ്ട് കൊണ്ടാണ്, നികുതിപ്പണം കൊണ്ടല്ല എന്ന് പറയുന്നു. അപ്പോൾ ചോദ്യം ഉത്തരവും ഇൻബോക്സിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. നോക്കാം കായിക വാർത്തകൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന്റെ ആദ്യ മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അസമാണ് എതിരാളികൾ. വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, എങ്ങനെ പ്രതീക്ഷിക്കണം? ഹാഷ്മി, സന്തോഷത്തോടെ തന്നെ സന്തോഷ് ട്രോഫിയിൽ കേരളം തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അസമാണ് എതിരാളി. അരുണാചലിലാണ് മത്സരം. അവിടെ ടർഫിലാണ് കളി. സാധാരണ പുല്ല് ഉള്ള മൈതാനത്തല്ല. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്. അങ്ങനെ ചില പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ കേരളത്തിന് മുന്നിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനെയൊക്കെ തന്നെ
മനോബലം കൊണ്ടും അല്ലെങ്കിൽ കളിമികവും കൊണ്ടും കേരളം മറികടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാം. അതായത് കേരളം സന്തോഷ് ട്രോഫി നേടിയതിൻ്റെ ആദ്യ സന്തോഷ് ട്രോഫി നേടിയതിൻ്റെ 50ാം വാർഷികമാണ് ഇത്തവണ. ആ ഒരു 50ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ കേരളം 8ാം കിരീടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പരിശീലകൻ സദീവൻ ബാലനും ഒപ്പം തന്നെ ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട് അടക്കമുള്ള താരങ്ങൾ. ഒരു ഫുൾ സെറ്റായ ഒരു 22 അംഗ ടീമാണ് കേരളത്തിൻ്റേത്. പ്രിലിമിനറി റൗണ്ടിൽ കേരളം 14 ഗോൾ അടിച്ചതായിട്ടാണ് വരവ്. അതായത് വലിയ മികവ് തന്നെയാണ് കേരളത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ആ ഒരു മികവ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലും വരും മത്സരങ്ങളിലും ആവർത്തിക്കാനായാൽ കേരളത്തിന് 8ാം കിരീടം നേടാമെന്നുള്ളത് പ്രതീക്ഷയിലാണ്. എന്തായാലും കേരളം സന്തോഷത്തോടെ തന്നെ തുടങ്ങട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അനിൽ വാസുദേവാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് സന്തോഷമാവട്ടെ, ആദ്യ മത്സരത്തിൽ നിന്ന് വീണ്ടും ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. ടിനു ജോസഫ് പറയുകയാണ്, ഹാഷ്മി പാലക്കാട് കോങ്ങാട് അമ്പലവട്ടം പ്ലച്ചിക്കാട് എന്ന സ്ഥലത്ത് കുരങ്ങിൻ്റെ ശല്യമൊന്ന് റിപ്പോർട്ട് ചെയ്യണം. ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിൻ്റെ ശല്യമാണെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇല്ലാത്ത എവിടെയാണ് കാട്ട് ഒരു ഇടയ്ക്ക് വയനാട്ട് അടുത്ത ദിവസം വന്ന വാർത്ത ഒരു മലയണ്ണാൻ വീട്ടിൽ കയറി ആക്രമിച്ചുവെന്നാണ്. മലയണ്ണാൻ വരെ ഇറങ്ങി ഉപദ്രവം തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അലി ആൽഫ പറയുന്നു, അരസിയൽ ഗലാട്ട നന്നാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. താങ്ക് യു. രോഗിയുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ മദ്യപിച്ച തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ജീവനക്കാർക്കെതിരെ കേസ്. ഡിസ്ചാർജ് ചെയ്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രോഗിയെ പെരിങ്ങൽകുത്തിലെ ഊരിലാക്കാൻ പോകും വഴിയായിരുന്നു മദ്യപാനം. 3 ആംബുലൻസ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാൻ ആശുപത്രി സൂപ്രണ്ടും ശുപാർശ നൽകി. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, ഡ്യൂട്ടിക്കിടയിലായിരുന്നോ ആംബുലൻസ് ജീവനക്കാരുടെ മദ്യപാനം? തീർച്ചയായും ഹാഷ്മി, ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ച 3 ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സുരേഷ്, അതുപോലെ തന്നെ സിനോജ്, അതുപോലെ രാജേഷ് എന്നിങ്ങനെ സിജോൺ, രാജേഷ് എന്നിങ്ങനെ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. അതിരപ്പള്ളി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജും നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതിരപ്പള്ളിയിൽ പെരിങ്ങൽകുത്തിലെ ഒരു ആദിവാസി ഊരിലെ ആദിവാസിയെ ഈ ചികിത്സയ്ക്ക് ശേഷം ഈ ഊരിലേക്ക് ആക്കുന്നതിന് വേണ്ടി പോകുന്നതിനിടയിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 3 മദ്യപിക്കുന്നത്. ഇവർ മദ്യപിക്കുന്നത് കണ്ട വഴിയിൽ നിന്ന ആളുകൾ ഇവർ അതിരപ്പള്ളി പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. ഈ അതിരപ്പള്ളി പോലീസിന് സ്റ്റേഷന് സമീപം പിന്നീട് ഈ പോലീസുകാർ ഈ വാഹന പരിശോധനയുമായി നിൽക്കുകയും ആ സമയം കൃത്യമായി ഈ ആംബുലൻസ് അവിടെ എത്തുകയും തടഞ്ഞു നടത്തിയ പരിശോധനയിലാണ് 3 മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ആംബുലൻസ് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. ഈ സംഭവത്തിന് പിന്നാലെ ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 3 പേർക്കെതിരെയും നടപടിയെടുക്കാൻ വേണ്ടി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചത്. 3 പേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ നിലവിൽ ആശുപത്രി സൂപ്രണ്ട് ശുപാർശ ചെയ്തു കഴിഞ്ഞു. ഹാഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന സാധാരണ വണ്ടി പോലും ആംബുലൻസ് ആണ്. അതിനിടയിലാണ് ഡ്യൂട്ടിക്കിടയിൽ മദ്യപാനം എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. കാസർഗോഡ് കുബണ്ണൂരിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തം. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമാരോട് ആവർത്തിച്ചുള്ള തീപിടുത്തത്തിന് കാരണം എന്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നല്ല ചൂടുകാലമാണ്, വെയിൽക്കാലമാണ്. തീ അണയ്ക്കൽ കുറച്ച് ശ്രമകരവുമാകും ചിലപ്പോൾ. അരുൺ. ഹാഷ്മി, അല്പസമയം മുമ്പാണ് കുബണ്ണൂരിലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തമുണ്ടായത്. ഇത് മംഗൽപാടി പഞ്ചായത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന മാലിന്യ പ്ലാന്റ് ആണ്. ഇവിടെ കഴിഞ്ഞ ഈ മാസം 13-ാം തീയതി വൻ തീപിടുത്തമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തീ വ്യാപിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സമീപവാസികൾക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. 4ഓളം ഈ അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റ് എത്തിയാണ് ആ ഘട്ടത്തിൽ തീ അടച്ചത്. ഇന്നും സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ മാലിന്യ പ്ലാന്റിലെ ഒരു വശത്ത് നിന്നാണ് തീ പിടുത്തമുണ്ടായത്. പിന്നീട് ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് അവിടെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഒരു യൂണിറ്റാണ് ഇപ്പോൾ അവിടെ അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റാണ് ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. 2 യൂണിറ്റ് കൂടി, കാസർഗോഡ് 2 യൂണിറ്റ് കൂടി അല്പസമയത്തിനകം തീ അണക്കുന്നതിന് വേണ്ടി ഈ പ്ലാന്റിലേക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ഏക്കറോളം സ്ഥലത്താണ് ഈ മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ മംഗൽപാടി പഞ്ചായത്തിന്റെ ഒരു പൊതു സാഹചര്യം അറിയാം. നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ്. സംസ്ഥാന തലത്തിൽ പോലും മന്ത്രി തല ഇടപെടൽ പോലും ഉണ്ടായതാണ്. വലിയ മാലിന്യ പ്രശ്നം നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം അവിടെ കൂടുതൽ ശക്തമാക്കുകയും ആ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കുകയും ചെയ്തത്. ആ മാലിന്യ പ്ലാന്റിലാണ് തുടർച്ചയായ 2ാം തവണ ഇപ്പോൾ ഈ മാസം തീപിടുത്തത്തിന് മുന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന കാര്യമടക്കം പരമൂർത്തടക്കമുള്ള സംശയങ്ങൾ ഉയർന്നതാണ്. ഉറപ്പായും അത് പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ചൂടുകാലമാകുന്നു എന്ന് പറയുന്നതിനർത്ഥം തീപിടുത്ത കാലം കൂടിയാണ് എന്നുകൂടിയാണല്ലോ കാര്യം. ആ സമയത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. നിഷ പറയുകയാണ്, ഈ ചൂടിൽ കൂലിപ്പണി എടുക്കുന്ന ആളുകളെ സമ്മതിക്കണം എന്ന് പറയുകയാണ്. സമ്മതിക്കണം, ശരിയാ. ഫോൺ ചാർജില്ല, ഫോൺ ഓഫ് ആയി പോയി കേട്ടോ. ഒരു ആമിന എസ് എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഒരു മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ആമിനയുടെ വീടിനടുത്തൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമം നടന്നു എന്നൊരു മെസ്സേജ് ആയിരുന്നു അത്. എന്താണെന്ന് പറയണേ, ഞാൻ വായിച്ചോളാം. ഫോണോട് ചാർജ് കുത്തിയിടാം.
ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് വിജയമെന്ന് ഇലോൺ മസ്ക്. ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിച്ചയാൾ സുഖം പ്രാപിച്ചുവെന്നും ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൗസിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും എക്സിൽ കുറിക്കുന്നു. കഴിഞ്ഞ മെയിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി കിട്ടിയത്. ജനുവരി 30 ഇലോൺ മസ്കിന്റെ കമ്പനിയായ ന്യൂറാലിങ്ക് ഒരു രോഗിയിൽ ഇലക്ട്രോണിക് ചിപ്പ് വച്ചത്. ഇയാൾ പൂർണ്ണമായി സുഖപ്പെട്ടുവെന്നും വെറും ചിന്തയാൽ കമ്പ്യൂട്ടർ സ്ക്രീനിന് ചുറ്റും മൗസ് ചലിപ്പിച്ചെന്നും മസ്ക് എക്സിൽ കുറിച്ചു. വ്യക്തികൾക്ക് ചിന്തകളിലൂടെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനാകും എന്നതാണ് ന്യൂറാലിങ്കിന്റെ പ്രത്യേകത. ശരീരം തളർന്നവർക്ക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിക്കും. മനുഷ്യന്റെ തലച്ചോറിനും കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് 2016 ന്യൂറോ ടെക്നോളജി കമ്പനിയായ ന്യൂറാലിങ്ക് ഇലോൺ മസ്ക് സ്ഥാപിച്ചത്. ന്യൂറാലിങ്കിൽ നിന്നുള്ള ആദ്യത്തെ ബ്രെയിൻ ഇംപ്ലാന്റിന് ടെലിപ്പതി എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. പക്ഷാഘാതമോ മറ്റ് കാരണങ്ങളാലോ തളർന്നുപോയവരെ അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുമൊക്കെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. ഭാവിയിൽ ഈ പദ്ധതിയിലൂടെ ന്യൂറാലിങ്കിന് പല ഉദ്ദേശലക്ഷ്യങ്ങളുമുണ്ടെങ്കിലും നിലവിൽ ശരീരം തളർന്നുപോയവർക്കും കാഴ്ചശക്തിയില്ലാത്തവർക്കുമൊക്കെ തുണയാകാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. 2020 പന്നികളിൽ ന്യൂറാലിങ്ക് ഉപകരണം സ്ഥാപിച്ച് ഇലോൺ മസ്ക് പ്രദർശനം നടത്തിയിരുന്നു. 2023 മെയിലാണ് ന്യൂറാലിങ്ക് മനുഷ്യനിൽ പരീക്ഷിക്കാൻ അനുമതി ലഭിച്ചത്. മുടിനാരിഴയേക്കാൾ നേർത്ത 64 ചെറുനാരുകളാണ് ചിപ്പിലുള്ളത്. 1024 ഇലക്ട്രോഡുകളാണ് വിവരങ്ങൾ ഒപ്പിയെടുക്കുന്നത്. വയർലെസ്സായി ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24. കാലത്തിന്റെ പോക്ക്, ശാസ്ത്രത്തിന്റെ പോക്ക്, ഇത് ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കാര്യം ഇപ്പോൾ വയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ കൂടിയും ഇത് വല്ലാതെയൊക്കെ വികസിച്ചു വന്നാൽ എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ ബ്രെയിൻ ചിപ്പ് വെക്കാൻ കഴിയുമെന്നൊക്കെ അവസ്ഥ വന്നാൽ എന്ത് പോക്കാവുമോ എന്തോ. അലക്സി നവൽനിയുടെ മൃതദേഹം വിട്ടുതരണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ട മാതാവ് ല്യൂഡ്മില നവൽനയ നവൽനി മരിച്ച പീനൽ കോളനി ജയിലിന് മുന്നിൽ ചിത്രീകരിച്ച വീഡിയോയിലൂടെയാണ് ആവശ്യം ഉന്നയിച്ചത്. നവൽനിയുടെ മൃതദേഹം എവിടെയാണുള്ളതെന്ന് റഷ്യൻ അധികൃതർ ഇപ്പോഴും അവ്യക്തമാക്കി വച്ചിരിക്കുകയാണ്. മരിച്ച് 5 ദിവസമായിട്ടും മകന്റെ മൃതദേഹം കാണാൻ സാധിച്ചില്ലെന്ന മുഖവുരയോടെയാണ് അലക്സി നവൽനിയുടെ മാതാവ് ല്യൂഡിലയുടെ വീഡിയോ സന്ദേശം. മകനെ അവസാനമായി കാണാൻ അനുവദിക്കണം. ഉചിതമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് മൃതദേഹം ഉടൻ വിട്ടുനൽകണമെന്നും നവൽനിയുടെ മാതാവ് പുടിനോട് ആവശ്യപ്പെട്ടു. 16 февраля погиб мой сын Алексей Навальный. 5-й день я не могу увидеть его. Мне не выдают его тело, и мне даже не говорят, где он находится. അലക്സി നവൽനിയെ സ്നേഹിക്കുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അനുവദിക്കണമെന്ന് ഭാര്യ യൂലിയയും ആവശ്യപ്പെട്ടു. വ്ളാഡിമിർ പുടിനാണ് നവൽനിയെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചതിനു പിന്നാലെ യൂലിയയുടെ എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പ്ലാറ്റ്ഫോമിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. നടപടിക്കെതിരെ ഇലോൺ മസ്കിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നവൽനിയുടെ മൃതദേഹം എവിടെയെന്ന് വ്യക്തമാക്കാൻ ഇതുവരെ റഷ്യൻ അധികൃതർ തയ്യാറായിട്ടില്ല. നവൽനിയുടെ മരണത്തിന് പിന്നിൽ പുടിനാണെന്ന യൂലിയയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ക്രെംലിൻ വ്യക്തമാക്കി. അതിനിടെ നവൽനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി യുക്രൈൻ അനുകൂല റഷ്യൻ പോരാളികൾ വെളിപ്പെടുത്തി. അലക്സി നവൽനി ധീരനായ വ്യക്തിയായിരുന്നുവെന്നും ഒരിക്കലും റഷ്യയിലേക്ക് മടങ്ങിപ്പോകരുതായിരുന്നുവെന്നും മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇതിലും വലിയ അധിപതികൾ അല്ലെങ്കിൽ ഫാസിസ്റ്റുകളൊക്കെ അനുഭവിച്ചേ മടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് പുടിനും മറിച്ചൊരു വിധി ഉണ്ടാകാൻ വഴിയില്ല. നമുക്ക് അത് കാലത്തിന്റെ ഒഴുക്കിൽ കാണേണ്ടതാണ്. കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ലില്ലി ചോളിയിൽ പറയുകയാണ്, ഇനി കുറച്ച് കഴിയുമ്പോൾ വൈഫൈ ആൻഡ് സിം അസിസ്റ്റഡ് ചിപ്പ് വരും. അപ്പോൾ മനുഷ്യരുടെ ചിന്തകൾ ലോകം മുഴുവൻ പറന്നു നടക്കും. അവസാനം മനുഷ്യൻ ഒരു കമ്പ്യൂട്ടറായി മാറും. പേടിയാവുന്നു വായിച്ചിട്ട്. ഉസ്ബെക്കിസ്ഥാനിൽ ഫാക്ടറിയുടെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ 3 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ചു. അൽമാലിക്കിൽ നിർമ്മാണത്തിലിരുന്ന ചെമ്പ് സമ്പുഷ്ടീകരണ ഫാക്ടറിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്നാണ് മേൽക്കൂര തകർന്നതെന്നാണ് വിവരം. സെൽഫി എടുക്കുന്നതിനിടെ പേപ്പാറ ഡാമിൽ യുവാവ് കാലുവഴുതി വീണു. മക്കാല സ്വദേശി സുജിത്താണ് അപകടത്തിൽപ്പെട്ടത്. വിതുര ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി. രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. സലീം മാലിക് വിവരങ്ങൾ വെച്ചിരുന്നു. സലീം, ഇനി ഡാം പരിസരത്ത് നിന്നല്ല, ഇനി ആ യുവാവ് ഇനി സെൽഫി എടുക്കുകയില്ല. ഹാഷ്മി, അങ്ങനെ എന്തായാലും പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഡാമിലേക്ക് വീണ സുജിത്തിന് നീന്തൽ അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് ആ സമീപത്തെ പൈപ്പിൽ പിടിച്ചു നിന്നത്. അങ്ങനെയാണ് ഒരു വലിയൊരു അപകടം ഒഴിവായത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു പേപ്പാറ ഡാമിൽ ഈ സംഭവം ഉണ്ടായത്. വിതുര ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തിയതും ഒപ്പം തന്നെ ഈ സുജിത്തിന്റെ തന്നെ സമയോചിതമായ
ഒരു ഇടപെടലും ഒരു മനസാന്നിധ്യവുമാണ് ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡാം പരിസരത്ത് ഉണ്ടായിരുന്നവർ വിദൂര ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തുകയും റോപ്പ് ഇട്ട് നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ആ റോപ്പിൽ പിടിച്ച് ഈ സുജിത്ത് മുകളിലേക്ക് കയറി വരികയായിരുന്നു. പേപ്പാറ ഡാമിൽ ആദ്യത്തെ സംഭവമാണ് എന്നാണ് ഈ ഡാം അധികൃതരും ഒപ്പം തന്നെ പരിസരവാസികളും ഒക്കെ പറയുകയും ചെയ്യുന്നത്. ഹാഷ്മി. യെസ്, അപ്പോൾ ഇതിപ്പോൾ സുജിത്ത് നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് അതിൽ പ്രധാനമായി രക്ഷപ്പെട്ടത്. നീന്തൽ അറിയാത്തവരാണെങ്കിൽ സ്വാഹ. അപ്പോൾ അത്തരം മേഖലകളിൽ പോയി നിന്ന് സെൽഫി എടുക്കുന്നു. നേരത്തെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പലയാവർത്തി അങ്ങനെ സെൽഫി എടുക്കുന്നതിൽ ട്രെയിനിലൊക്കെ ഇടയിൽപ്പെട്ട മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെൽഫി സുരക്ഷിതമായി എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാവട്ടെ ആ സംഭവം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ 1.5 മണിക്കൂർ നീണ്ട വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ ഇനി കാണുക ഇന്നലെ വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.